നിങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ കമ്മിറ്റി അംഗങ്ങൾ, പ്രത്യേകിച്ച് ഫൈനാൻസ് കമ്മിറ്റിയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നെ അടുത്ത് വിളിച്ച് വളരെ കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു, അച്ഛാ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ പറഞ്ഞാൽ പോരാ. ആരോട് പറയുന്ന കാര്യമാണ് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ മിണ്ടുന്നില്ല. നമ്മുടെ രാജ്യത്ത് ശരിക്കും സാമ്പത്തിക മാന്ദ്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫൈനാൻസ് കമ്മിറ്റിയിലെ ആളുകൾ എന്നോട് പറഞ്ഞത്, അച്ഛാ ശിശുക്കളൊക്കെ ഇങ്ങോട്ട് വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ 10ന്റെ നോട്ടുകളൊക്കെ ഉള്ളൂ. കഴിഞ്ഞ വർഷങ്ങളിൽ 1000ന്റെ നോട്ടും 500ന്റെ നോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ വർഷം ഉണ്ട്, വളരെ കുറച്ചു പേരേ ഉള്ളൂ. അതുകൊണ്ട് അച്ഛൻ കാര്യമായിട്ട് പറയണം. ഹല്ലേലൂയ. കേൾക്കുന്നില്ല, അങ്ങ് പുറകെയുള്ളവരൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ അവരോട് പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം വേണ്ടി. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ കൂടിയപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, 90കളിൽ ആരംഭിച്ച നമ്മുടെ കൺവെൻഷൻ ഇന്ന് വരെ സാമ്പത്തികമായ ഒരു പരാധീനത ഇതിന് ഉണ്ടായിട്ടില്ല. ഇനിയുള്ള 2 ദിവസങ്ങളിലും നമുക്ക് നന്നായിട്ട് തമ്പുരാനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം ക്രമീകരിക്കപ്പെടും. ഇന്നലെ നിങ്ങൾ സമർപ്പിച്ച സ്തോത്ര കാഴ്ച 89,321 രൂപയാണ്. 2 ദിവസങ്ങൾ കൊണ്ട് 1,58,784 രൂപയാണ് നമുക്ക് നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ നമുക്ക് ഏതാനും ലക്ഷങ്ങൾ രൂപ കൂടെ കഴിഞ്ഞ 2 ദിവസവും പറഞ്ഞിരുന്നു. നമ്മളെ ഏറെക്കുറെ എത്ര രൂപ ഇതിന് ചെലവ് വരും എന്നൊക്കെ ഞാനിത് ആവർത്തിക്കുന്നില്ല. നിങ്ങൾ സന്തോഷത്തോടെ പ്രാർത്ഥനാപൂർവം ഈ സ്തോത്ര കാഴ്ചയിൽ പങ്കുചേരുക. നല്ല മനസ്സോടെ സന്തോഷത്തോടെ പ്രാർത്ഥനാപൂർവം നാം സമർപ്പിക്കുമ്പോൾ സ്വർഗ കവാടങ്ങൾ തുറന്ന് അനുഗ്രഹിക്കുമെന്ന് വചനത്തിലൂടെ വാഗ്ദാനം ചെയ്ത കർത്താവ് നമ്മുടെ ആത്മീയ ശുശ്രൂഷയ്ക്ക് ആവശ്യമായ എല്ലാം ക്രമീകരിക്കും എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഉപജീവന മാർഗത്തെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കഴിഞ്ഞ 7 കൺവെൻഷനുകളിലും നമുക്കൊരു കുറവും വന്നില്ല. ഈ കൺവെൻഷനിലും ഒരു കുറവും വരില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? മിണ്ടുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവർ വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി ഒരു 2 പ്രാവശ്യം ഹല്ലേലൂയ പറയണം. പോരാ, ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് ഒരു നിമിഷം നിങ്ങൾ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഈ കൂട്ടായ്മയെ പൂർണ്ണമായിട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. ഇന്നും നാളെയുമായിട്ട് നമുക്ക് ആവശ്യമായ സാമ്പത്തിക ക്രമീകരണങ്ങൾ ഒരുക്കപ്പെടേണ്ടിയിരിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. കഫർനാമിൽ ഈശോ വചനം പറഞ്ഞപ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയ ആ മുഴുവൻ ജനത്തിനും ഭക്ഷണം കൊടുക്കുവാൻ ആ കൺവെൻഷനിൽ പങ്കെടുത്ത ഒരു കൊച്ചു ബാലന്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും അന്ത്രയോസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ആ ബാലൻ സന്തോഷപൂർവ്വം സമർപ്പിച്ചപ്പോൾ അത് ഈശോ സ്വീകരിച്ച് ആശീർവദിച്ചപ്പോൾ അനുഗ്രഹമായി മാറി. കർത്താവെ, ഞങ്ങളുടെ ഈ സമർപ്പണം ഈ ശുശ്രൂഷയ്ക്ക് മാത്രമല്ല, ഈ ദേശത്തിന് മുഴുവൻ ഒരു അനുഗ്രഹമായിട്ട് മാറണം. നിങ്ങൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആ സ്തോത്ര കാഴ്ച അത് കരങ്ങളിൽ എടുക്കുക, വലതു കൈയിൽ എടുത്തു പിടിക്കുക. കർത്താവേ, ഇത് വലിയൊരു അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. വചനത്തിൽ നിയമാവർത്തന പുസ്തകത്തിലൂടെ അവിടുന്ന് അരുളി ചെയ്തല്ലോ, നിന്റെ ഭക്ഷണവും പാനീയവും ഞാൻ ആശീർവദിക്കും, നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും ഞാൻ അനുഗ്രഹിക്കും, നിന്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ
നീ കൈ നീട്ടേണ്ട ഒരവസ്ഥ സംജാതമാകില്ല. മറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്ക വിധം സമൃദ്ധി കൊണ്ട് ഞാൻ നിന്നെ അഭിഷേകം ചെയ്യും. നിന്റെ ജീവിത പങ്കാളിയെയും കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ അനുഗ്രഹിക്കും. കർത്താവേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞാൻ ഇപ്പോൾ ഈ സമർപ്പണം നടത്തുമ്പോൾ അങ്ങ് ഇത് സ്വീകരിച്ച് ആശീർവദിച്ചു തരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങയുടെ വചനം എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ നിറവേറട്ടെ. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടാൻ ഇടവരാതെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ തക്കവിധമുള്ള സമൃദ്ധിയിലേക്ക് എന്നെ ഉയർത്തണമേ. നിങ്ങൾ സമർപ്പിക്കുന്ന ആ കാഴ്ച തമ്പുരാന്റെ കരങ്ങളിലേക്ക്, കയ്യിൽ അത് അടച്ചു പിടിച്ചിട്ട് തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിക്കുക. നിങ്ങൾ എത്ര സമർപ്പിക്കുന്നുവോ 10 മടങ്ങായിട്ട് ദൈവം ആശീർവദിച്ച് അനുഗ്രഹിച്ച് ഉയർത്തും. മനസ്സ് തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിനെ ആരാധിക്കാം. പോരാ, നന്നായിട്ട് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും, പുരുഷന്മാരെല്ലാം സ്വല്പമോടെ ജീവനോടെ, സഹോദരിമാരും സ്വരമുയർത്തി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു 2-3 പേര് കേൾക്കത്തക്ക വിധത്തിൽ കർത്താവിനെ ആരാധിക്കുക. കർത്താവെ, നല്ല മനസ്സോടെയുള്ള ഈ സമർപ്പണം ഒരു അനുഗ്രഹമായിട്ട് മാറ്റണമേ. അവിടുന്ന് സ്വീകരിച്ച് ആശീർവദിക്കണമേ. കർത്താവെ, അങ്ങയുടെ വചനം ലോകം മുഴുവൻ അറിയട്ടെ. അങ്ങയുടെ വചനത്താൽ കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. അങ്ങയുടെ വചനത്താൽ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അങ്ങയുടെ വചനത്താൽ പാപികൾ മാനസാന്തരം പ്രാപിക്കട്ടെ. ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള എന്റെ ഇല്ലായ്മയുടെയും കഷ്ടപ്പാടിന്റെയും നടുവിൽ നിന്നുള്ള ഈ സമർപ്പണം അങ്ങ് സ്വീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ. സ്തോത്രക്കാഴ്ച സമർപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തൊട്ടടുത്തുള്ളവർക്ക് ഒരു സ്തുതി കൊടുത്തേ. അടുത്തുള്ളവർ മുഖത്തോട്ടൊക്കെ നോക്കി സ്തുതി കൊടുക്കുക. ഈ സ്തുതിയുടെ അർത്ഥം വേറൊന്നുമല്ല, ചേട്ടാ നന്നായിട്ട് പ്രാർത്ഥിച്ച് നല്ലപോലെ സമർപ്പിക്കുക. ഒന്ന് ഉറക്കെ പറയാമോ? ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി ഹല്ലേലൂയ. അല്പമുടെ സ്വരത്തിൽ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എത്രയും പെട്ടെന്ന് നമുക്ക് സ്തോത്ര കാഴ്ച സമർപ്പിക്കാം. ഇന്നലെ ചെയ്ത പോലെ നിങ്ങൾ സ്തോത്ര കാഴ്ച സമർപ്പിച്ചതിന് ശേഷം മാത്രം ഇരിക്കുക. അപ്പോൾ വോളണ്ടിയേഴ്സിന് സ്തോത്ര കാഴ്ച സ്വീകരിക്കാൻ എളുപ്പമുണ്ടാകും. സ്തോത്ര കാഴ്ച സമർപ്പിച്ചതിന് ശേഷം ഇരിക്കുക. നമുക്ക് ഈ ഗാനത്തിന്റെ ഈരടികളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹിക്കുന്ന കർത്താവിനെ നന്ദിയോടെ നമുക്ക് ആരാധിക്കാം. സംശയത്തിലെ ഒന്നാമത്തെ ഗാനം. എന്റെ ഭാരം ചുമക്കുന്ന യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു.
സ്നേഹമുള്ളവരെ, 8ാമത് രാജപുരം ബൈബിൾ കൺവെൻഷന്റെ 3ാം ദിവസമായ ഇന്ന് ഏറ്റവും ദൈവാനുഗ്രഹപ്രദമാക്കുവാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി. രാജപുരത്തിന്റെ നമുക്ക് വിശുദ്ധ ഏറ്റവും ദൈവാനുഗ്രഹമാക്കുവാൻ എല്ലാ വൈദികരാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദിയോടെ ഇന്ന് നമുക്കായി പ്രാർത്ഥിച്ച എല്ലാ സഹകാരികളായി ഇന്ന് നമുക്കായി എല്ലാവരും
കാലഘട്ടത്തിൽ നിർദ്ദേശിച്ചുകൊണ്ടിരിക്കുക. കരങ്ങളടിച്ച് കൊണ്ടുവന്ന് മഹത്വപ്പെടുത്താമോ? അനേക രാജ്യങ്ങൾക്ക് അനുഗ്രഹമായി കർത്താവ് ശാലോം ടിവിയെ മാറ്റി. വചനം കടന്നു ചെല്ലാൻ യാതൊരു സാധ്യതയുമില്ലാത്ത രാജ്യങ്ങളിൽ, വചനത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ കയറിയെന്ന് യേശുവിനെ കുറിച്ച് ഈ കാലഘട്ടങ്ങളിൽ ശാലോം ടിവിയിലൂടെ പ്രസംഗിക്കുകയും ഒരിക്കലും സുവിശേഷം കടന്നെല്ലാം സാധ്യതയില്ലാത്ത രാജ്യങ്ങളിലും നഗരങ്ങളിലുമെല്ലാം ഈ കാലഘട്ടങ്ങളിൽ സ്വന്തം ഭവനത്തിലിരുന്ന ജനങ്ങൾ യേശുവെന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശാലോമിന്റെ ലക്ഷ്യം ലോകത്തിന്റെ അതിരുകളിലൂടെയും സുവിശേഷം കൊടുക്കുക എന്നതാണ്. ഈ അടുത്ത നാളിലുണ്ടായ ഒരു സംഭവം, ലോകത്തിന്റെ അതിർത്തിയിലുള്ള ദേശത്തു നിന്ന് ഒരു കുടുംബം ശാലോമിലേക്ക് കടന്നു. അതിന്റെ പേര് ഫോർട്ട് മക്മൂർ എന്നാണ് ആ നാടിന്റെ പേര്. അത് കാനഡയിലുള്ള ഒരു അതിർത്തിയിൽപ്പെട്ട സ്ഥലമാണ് ഫോർട്ട് മക്മൂർ. ആ നാടിന്റെ പ്രത്യേകത, അത് കഴിഞ്ഞാൽ പിന്നെ ഹിമപർവ്വതങ്ങൾ മാത്രമേ ഉള്ളൂ. ലോകത്തിന്റെ ഒരു അതിർത്തിയാണ് ഈ ഫോർട്ട് മക്മൂർ എന്ന കുഗ്രാമം. അവിടുത്തെ കാലാവസ്ഥ -50 -60 ഡിഗ്രിയൊക്കെയാണ്. അവിടെ മനുഷ്യവാസം വളരെ ദുഷ്കരമാണ്. പക്ഷേ കുറച്ച് എണ്ണ കമ്പനികൾ അവിടെ ഉള്ളതുകൊണ്ട് 40 മലയാളി കുടുംബങ്ങൾ അവിടെ ജീവിക്കുന്നു. അതിൽ 2 മർത്തോമ കുടുംബങ്ങളും 2 യാക്കോബിസ് കുടുംബങ്ങളും 36 കത്തോലിക്ക കുടുംബങ്ങളും. ഫോർട്ട് മക്മൂറൊക്കെ തൊട്ടിപ്പുറത്തുള്ളത് 400 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു ചെറിയ പട്ടണമാണ്. ഈ പട്ടണം ഫോർട്ട് മക്മൂറിൽ നിന്ന് 400 കിലോമീറ്റർ ദൂരമുണ്ട്. ഈ 400 കിലോമീറ്റർ വനങ്ങളാണ്, പർവ്വതങ്ങളാണ്, ഹിമക്കരടുകൾ തിങ്ങിപ്പാറുന്ന സ്ഥലമാണ്. അതുകൊണ്ട് വാഹന സഞ്ചാരം അവിടെ വളരെ ദുഷ്കരമാണ്. കോൺഗ്രസ് സിസ്റ്റത്തിൽ അനേക വാഹനങ്ങൾക്ക് വരുമ്പോൾ മാത്രം പോകും, അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലാണ് ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വഴിക്ക് വാഹനം നിന്ന് പോയാൽ കേടുപറ്റി കഴിഞ്ഞാൽ ഹിമക്കരടുകൾ ആക്രമിക്കപ്പെടുന്ന സ്ഥലമാണ് ഈ ഫോർട്ട് മക്മൂർ. അവിടെ 40 കുടുംബങ്ങൾ ഉണ്ട്. ഒരിക്കൽ അമേരിക്കയിൽ ശാലോമിന്റെ ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടുത്തെ ഒരാൾ അമേരിക്കയിലേക്ക് വന്ന് ശാലോമിന്റെ ശുശ്രൂഷ പങ്കെടുക്കാൻ വേണ്ടി വന്നു. എന്നിട്ട് ആ വ്യക്തിയുടെ നിർബന്ധപ്രകാരം ശാലോമിലെ ഒരു സ്നേഹിതൻ അവനോടൊപ്പം ആ നാട് കാണാൻ വേണ്ടി ഫോർട്ട് മക്മൂറിൽ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് അവിടെയുള്ള 40 കുടുംബങ്ങളും ശാലോം ടിവിയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ പള്ളിയില്ല, ദേവാലയമില്ല, കുർബാനയില്ല. ശാലോം ടിവിയുടെ മുമ്പിലിരുന്ന് അവർ കുർബാന കൊടുക്കുന്നു. ശാലോം ടിവിയുടെ മുമ്പിലിരുന്ന് പഠിച്ച് കുഞ്ഞുങ്ങളെ അവര് കാറ്റഗിസം പഠിപ്പിക്കുന്നു. ലോകത്തിന്റെ അതിർത്തിയിലുള്ള ആ കുഗ്രാമത്തിൽ നിന്ന് ആ ജനങ്ങൾ ശാലോം ടിവിയോട് ചേർന്ന് ഈ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ജനമായി നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള ഒരു ഫാമിലി, ഹസ്ബൻഡ് വൈഫ് മക്കളുടെ ഒരു മലയാളികളാണ് കേരളത്തിൽ വന്ന് ശാലോമിൽ വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാലോമിനോട് അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് വാദോരാതെ അവർ പങ്കുവയ്ക്കുകയും ഇന്ന് ലോകത്തിന് അനുഗ്രഹമായി, ജനലക്ഷങ്ങൾക്ക് കോടികൾക്ക് അനുഗ്രഹമായി ശാലോം ടിവിയെ ദൈവം കരങ്ങളിലെടുത്ത് അനുഗ്രഹമായി ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത നാളുകളിൽ ശാലോമിന്റെ മറ്റൊരു ചാനൽ, ശാലോം വേൾഡ് അമേരിക്ക എന്ന ഒരു ചാനൽ അമേരിക്കയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ചു. ഞങ്ങളോടൊപ്പമുള്ള കുറച്ച് സ്നേഹിതർ അമേരിക്കയിൽ കടന്നു ചെന്നു. അവരുടെ നാവിൽ ഒതുങ്ങാത്ത ഭാഷയാണ് ഇംഗ്ലീഷ്. നമ്മുടെ ഇംഗ്ലീഷിൽ നമ്മൾ വിജയിക്കുകയില്ല. അവര് അവിടെയുള്ള സർക്കാരിനെയും അവിടെയുള്ള സഭയെയും എല്ലാം സ്വാധീനിച്ച് അവിടുത്തെ നിയമങ്ങളെ പഠിച്ച് അവിടെ അവരൊരു സുവിശേഷ ചാനൽ ആരംഭിച്ചു. അമേരിക്കൻ സഭ മുഴുവൻ നോക്കിയിട്ടും നടക്കാതിരുന്ന ഒരു സുവിശേഷ ചാനൽ അമേരിക്കയിൽ ശാലോം വേൾഡ് അമേരിക്ക എന്ന പേരിൽ ആരംഭിച്ചു. അത് ഉദ്ഘാടനം ചെയ്യാൻ വന്ന അമേരിക്കയിലെ പ്രശസ്തനായ കർദിനാളിനെ പറയുകയാണ്, ഇത് ദൈവത്തിന്റെ പ്രവർത്തനമല്ലാതെ മറ്റൊന്നല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമല്ലാതെ മറ്റൊന്നല്ല, മറ്റാർക്കും ഇത് ചെയ്യുക സാധ്യമല്ല. നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ചകളിൽ പരിശുദ്ധ പിതാവ് ശ്രീലങ്കയിൽ വന്നു. അപ്പൊ ശ്രീലങ്കയിലുള്ള ക്രിസ്ത്യാനികൾക്ക് വലിയ ആഗ്രഹമാണ്, എങ്ങനെയെങ്കിലും മാർപ്പാപ്പയുടെ പര്യടനം ടിവിയിലൂടെ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് കാണണം. നമുക്കറിയാം, എല്ലാവർക്കും ഒരുമിച്ചുകൂടെ സാധ്യമല്ല. ടിവിയിലൂടെ എങ്ങനെയെങ്കിലും ഇത് കാണണം. അനേകരെ സമീപിച്ചു, പക്ഷെ ആർക്കും ഇവരെ സഹായിക്കാൻ സാധിക്കില്ല. അവർ ശാലോമിനെ സമീപിച്ചു.
നമുക്ക് ഡയറക്റ്റ് സഹായിക്കാൻ സാധിച്ചില്ല. നമ്മുടെ നേരെ ഷാലോം വേൾഡ് അമേരിക്കയിലുള്ള നമ്മുടെ ചാനലിനെ ബന്ധപ്പെടുത്തി ഷാലോം വേൾഡ് അമേരിക്ക ഫ്രാൻസിസ് മാർപ്പാപ്പ ശ്രീലങ്കൻ കാലുകുത്തിയ നിമിഷം മുതൽ അവിടുന്ന് തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നവരെയുള്ള മുഴുവൻ കാര്യങ്ങളും ലൈവായി ആ ദിവസങ്ങളിൽ ടെലികാസ്റ്റ് ചെയ്ത് ശ്രീലങ്കയിലുള്ള മുഴുവൻ കുടുംബങ്ങളെ കാണിച്ച് ആ ജനങ്ങളെ അനുഗ്രഹിക്കാൻ ഷാലോമിനെ കർത്താവ് ഉപയോഗിച്ചു. പിന്നീട് ശ്രീലങ്കയിൽ നിന്ന് നേരെ ഫ്രാൻസിസ് മാർപ്പാപ്പ പോയത് എങ്ങോട്ടാണ്? ഫിലിപ്പീൻസിലേക്ക്. അവിടെ നേരത്തെ കർത്തിനാൾ ഷാലോമുമായിട്ട് ബന്ധപ്പെട്ടു. ഇതേപോലെ തന്നെ മാർപ്പാപ്പയുടെ യാത്ര ഫിലിപ്പീൻസിൽ ഇറങ്ങുന്നത് മുതൽ അവിടെ അവസാനിക്കുന്നവരെയുള്ള മുഴുവൻ കാര്യങ്ങളും ലൈവായി ടെലികാസ്റ്റ് ചെയ്ത് അവിടെയുള്ള ചില കോടികൾക്ക് അനുഗ്രഹമായി മാറാൻ സാധിച്ചു. കാര്യങ്ങളെ അടിച്ചു നമുക്ക് ദൈവത്തെ ബന്ധപ്പെടുത്താം. കർത്താവ് അതിശക്തമായ രീതിയിൽ ഈ കാലഘട്ടങ്ങളിൽ ഷാലോമിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയും 4 മാസങ്ങൾക്ക് മുമ്പ് വത്തിക്കാനിൽ പരിശുദ്ധ സിംഹാസനത്തിന് സമീപം ബസിലിക്ക പള്ളിയോട് ചേർന്ന് ഷാലോമിന്റെ ഒരു ഓഫീസും സ്റ്റുഡിയോയും പ്രവർത്തനം ആരംഭിച്ചു. മാർപ്പാപ്പ വലിയ കൗതുകത്തോടെ ആകാംക്ഷയോടെ ഷാലോമിന്റെ പ്രവർത്തനങ്ങളെ ഈ നാളുകളിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ വത്തിക്കാൻ അംഗീകരിച്ച 8ാമത്തെ ചാനലായി ഈ നാളുകളിൽ ഷാലോം ടിവിയെ തിരുസഭ ഉയർത്തി. ഷാലോം ടിവിയാണ് വത്തിക്കാൻ അംഗീകരിച്ച ഇന്ത്യയിലെ ഏക സുവിശേഷ ചാനൽ. കരങ്ങളെ സൗകര്യത്തെ മഹത്വപ്പെടുത്താം. പ്രിയമുള്ളവരെ, ഷാലോമിനെ ഷാലോം ശുശ്രൂഷയെ കർത്താവ് കരങ്ങളിലെടുത്ത് ലോകത്തിന് അനുഗ്രഹിച്ച് വലിയ അനുഗ്രഹമായി മാറി. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത്രമാത്രം സുവിശേഷം കൊടുക്കുന്ന ജനകോടികൾക്ക് ഇത്ര അനുഗ്രഹമായി മാറിയിരിക്കുന്ന ഷാലോം ടിവിയുടെ പിന്നിലുള്ള വരുമാനം എന്താ? ആരാ ഷാലോം ടിവിയെ സഹായിക്കുന്നത്? എവിടുന്ന ഷാലോം ടിവിക്ക് പണം കിട്ടുന്നത്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്നോ വിദേശ ട്രസ്റ്റുകളിൽ നിന്നോ വിദേശ സഭകളിൽ നിന്നോ ഷാലോം ഇന്നേ വരെയും ഒരു പൈസ പോലും കൈപ്പറ്റിയിട്ടില്ല. സഭയുടെ ഭാഗത്ത് നിന്ന് ഷാലോമിന് വലിയ സപ്പോർട്ടുണ്ട്. അതൊരിക്കലും സാമ്പത്തികമായ സപ്പോർട്ടല്ല. ഏതെങ്കിലും രൂപതയോ ഏതെങ്കിലും കോൺഗ്രിഗേഷനോ ഷാലോമിനെ ഇന്നേ വരെയും സാമ്പത്തികമായി സഹായിച്ചിട്ടില്ല. ഷാലോം മാസികയിലോ സൺഡേ ഷാലോമിലോ ഷാലോം ടിവിയിലോ പരസ്യങ്ങളില്ല. അതിനാൽ വ്യവസായികൾ സഹായിക്കുന്നില്ല. പിന്നെ ആരാണ് ഈ സുവിശേഷ ചാനലിനെ സഹായിക്കുന്നത്? ആരാണ് ഇതിനു വേണ്ടി പണം പങ്കുവയ്ക്കുന്നത്? ആരുടെ സമ്പത്തിലൂടെയാണ് ഈ സുവിശേഷ ചാനൽ ലോകത്തിന് അനുഗ്രഹമായി ഉയർന്നു നിൽക്കുന്നത്? അറിയാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ? ഇവിടെ ഇരിക്കുന്നവരിൽ ഷാലോം പീസ് ഫെലോഷിപ്പിലെ കുറച്ച് അംഗങ്ങളുടെ ഇരിപ്പുണ്ട്. ഷാലോം SPS എന്ന് പറയും. ഷാലോം പീസ് ഫെലോഷിപ്പിലെ അംഗങ്ങൾ. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൈമുക്കിക്ക് കൈ വീഴ്ചയ്ക്ക് അവരൊന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത് കാണട്ടെ. കൈമുക്കി അവർ എഴുന്നേറ്റ് നിൽക്കുന്നത് ഒന്ന് ഇരിക്കുന്നതൊക്കെ ഒന്ന് ചുറ്റും നോക്കിയേ. കുറച്ച് ആൾക്കാരല്ലേ, എനിക്ക് ദൂരെ കാണത്തില്ല, വളരെ കുറച്ച് ആൾക്കാര് 2 കൈയിൽ വെള്ളം എണ്ണാൻ പറ്റുന്ന കുറച്ച് ആൾക്കാര് ഇവിടെ എഴുതുന്നുണ്ട്. അവിടെ നിൽക്കുക, ഇരിക്കരുത്. ഇവര് ചെയ്യുന്നത്, ഇവര് ഷാലോം പീസ് ഫെലോഷിപ്പ് എന്ന ഷാലോം മിനിസ്ട്രിയുടെ അംഗമായി ചേർന്ന് ഇവരുടെ പ്രാർത്ഥനയിലൂടെയും ഇവരുടെ സമ്പത്തിലൂടെയും ഷാലോം മിനിസ്ട്രിയെ സഹായിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ അധ്വാനത്തിന്റെ ഓഹരി, ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഇവരുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി അധ്വാനിക്കുന്ന സമ്പത്തിന്റെ ഒരു ഓഹരി മാസം തോറും ഷാലോമുമായി പങ്കുവെച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ വേദനയോടെ ഷാലോമിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപടി ആൾക്കാർ. ഇവരുടെ അധ്വാനം, കണ്ണുനീർ, വിയർപ്പ്, അലച്ചിൽ, പങ്കുവയ്ക്കൽ, ഇതാണ് ജനകോടികൾ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഷാലോം ടിവിയുടെ പിന്നിലുള്ള ഏക വരുമാനം. നമുക്ക് കരങ്ങളടിച്ചവരെ പ്രോത്സാഹിപ്പിക്കാം. ഇതാരും വലിയ സമ്പന്നരൊന്നുമല്ല. ഇങ്ങനെയുള്ള ഏകദേശം 70,000-ഓളം മലയാളികൾ മാത്രമുള്ള കമ്മ്യൂണിറ്റിയാണ്
70,000-ഓളം മലയാളികൾ ഇന്ന് കേരളത്തിലുണ്ട്. കേരളത്തിലും മറ്റു പല സ്ഥലങ്ങളിലുമായി മലയാളി സമൂഹമുണ്ട്. ഇവരുടെ അധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും പങ്കുവയ്ക്കലിന്റെയും അലച്ചിലിന്റെയും പണമാണ് ഇന്ന് ലോകം മുഴുവൻ സുവിശേഷം അറിയുന്ന ശാലോമിന്റെ പിന്നിലുള്ള ഏക വരുമാനം. ഇവര് സന്തോഷത്തോടെ ശാലോമുമായിട്ട് പങ്കുവയ്ക്കുന്നു. ശാലോം ആ പണം ആദരവോടെ സ്വീകരിച്ച് സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. കർത്താവിനെ ആശീർവദിച്ച് ഈ 5 അപ്പത്തെ 2 മത്സ്യത്തെ ആശീർവദിച്ച് മുറിച്ച് ജനകോടികൾക്ക് അനുഗ്രഹമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു. Praise the Lord. Hallelujah. ഇതിൽ കൂടുതൽ ആൾക്കാരും കൃഷിക്കാരും കൂലിപ്പണിക്കാരും കോസ്റ്റൽ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ മുക്കൂറായ ആൾക്കാരും സാധാരണക്കാരായ വ്യക്തികളാണ്. ചില കുട്ടികൾ ശാലോമിനെ സഹായിക്കാറുണ്ട്. അവർ ചെയ്യുന്നത് സ്കൂളിലേക്ക് വാഹനത്തിന് പോകുന്നതിന് പകരം നടന്നുപോയി സ്കൂൾ വണ്ടിക്ക് കൊടുക്കേണ്ട പൈസ ശാലോമുമായിട്ട് പങ്കുവെക്കാറുണ്ട്. ഒരിക്കലും ഒരു ഹോമിയോ ഡോക്ടർ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി മൂവാറ്റുപുഴയിൽ വെച്ച് എന്റെ അടുത്ത് വന്ന് അവര് ഒരു പുതുക്കെട്ട് എന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കിതാണ്, ഞങ്ങളുടെ മോളുടെ സമ്പാദ്യമാണ് ഈ പുതുക്കെട്ടിലുള്ളത്. കുറെ ചില്ലറ പൈസയാണ്. എന്ന് പറഞ്ഞു ശാലോമിന് വേണ്ടി തരാൻ വേണ്ടി ഞങ്ങളുടെ മോള് ഒരുക്കി വെച്ച ഒരു നിധിയായി. എന്നാൽ ഈ പണം നിങ്ങളുടെ കാര്യങ്ങളിൽ തരാൻ ഞങ്ങളുടെ മോൾ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല. ആ കുട്ടി ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മരിച്ചു പോയിരുന്നു. ഒരു 10-11 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി. ഇവര് പറയുകയാണ്, അവർക്ക് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, എനിക്ക് വിശുദ്ധയായിത്തീരണം. വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി അധ്വാനിച്ചൊരു കുട്ടി. അതായത് ഞങ്ങൾ പറയാ, എന്ത് പൈസ കിട്ടിയാലും അതെല്ലാം ഒരു കുടുക്കയിൽ നിക്ഷേപിച്ച് ഇത് ശാലോമിന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഞങ്ങൾ ആരുമായി യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ ആ കുട്ടിയെ കണ്ടിട്ടേ ഇല്ല. പക്ഷെ ദൈവം ആ കുട്ടിയെ പ്രചോദിപ്പിച്ചു. അങ്ങനെ ഒരു പുതിയമായി ഈ മാതാപിതാക്കൾ വന്നു. കണ്ണുനീരോടെ എന്റെ കരങ്ങളിലേക്ക് പൈസ തന്നു. ഞാൻ ഹൃദയം പൊട്ടുമാറ് ആ പൈസ മേടിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള അനേകരുടെ കണ്ണുനീരിന്റെയും വേർപ്പിന്റെയും സമ്പത്താണ് ഇന്ന് ലോകത്തിന് അനുഗ്രഹമായി മാറിയിരിക്കുന്ന ശാലോം ടീമിയുടെ പിന്നിലുള്ള വരുമാനം. ഇനിയും ശാലോം മുമ്പിൽ ഒത്തിരി ദൗത്യങ്ങളുണ്ട്. കർത്താവിനോട് 100% ചേർന്ന് നിൽക്കുമ്പോൾ സുവിശേഷത്തിന് വേണ്ടി പുതിയ വാതിലുകൾ ശാലോമിന് മുമ്പിലേക്ക് കർത്താവ് തുറന്നു നൽകുകയാണ്. നമുക്കറിയാം, ടിവിയിലൂടെ സുവിശേഷം കൊടുക്കുന്നതിനെ കുറിച്ച് ആരും ലോകത്തിൽ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ടിവിയിലൂടെ എങ്ങനെ സുവിശേഷം കൊടുക്കാമെന്ന് ശാലോമിലൂടെ ദൈവം ബോധ്യപ്പെടുത്തി. ഇനിയും സുവിശേഷത്തിന് വേണ്ടി അനേക പുതിയ വാതിലുകൾ തുറക്കണം. ശാലോമിന്റെ ലീഡർ എന്നിവരുത്ര വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് ഒരു പൈസ പോലും അദ്ദേഹം കൊണ്ടുവരാറില്ല. അദ്ദേഹം പറയുന്നത്, അവിടെയുള്ള പൈസ അവിടെയുള്ള ജനത്തിന് സുവിശേഷത്തിന് വേണ്ടി മാറ്റിവെക്കണം. ഇന്ത്യയിലെ പൈസ അവിടെ സുവിശേഷം കൊടുക്കാൻ വേണ്ടി, ആഫ്രിക്കയിലെ പൈസ അവിടെ സുവിശേഷം കൊടുക്കാൻ വേണ്ടി, കാനഡയിലെ പൈസ അവിടെ സുവിശേഷം കൊടുക്കാൻ വേണ്ടി. ഒരു രാജ്യത്ത് നിന്നും ഒരു പിരിവും എടുക്കാതെ ശൂന്യമായ കാര്യങ്ങളിലൂടെ മാത്രം തിരിച്ചു വരുന്ന ജീവിക്കുന്ന സുവിശേഷ പ്രഘോഷകനാണ് ഞങ്ങളുടെ മുമ്പിൽ മാതൃകയായി നിൽക്കുന്ന ശാലോമിന്റെ ലീഡർ ബെന്യാമിൻ. അദ്ദേഹം അതാണ് മാതൃക കാണിച്ചിരിക്കുന്നത്. ഒരു പൈസ പോലും ഉണ്ടാക്കാതെ സുവിശേഷത്തിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച് സുവിശേഷത്തിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്ന ഒരു വ്യക്തി. ഇതാണ് ശാലോമിന്റെ പിന്നിലുള്ള അനുഗ്രഹം. കണ്ണുനീരിന്റെയും വിയർപ്പിന്റെയും പണം ആദരവോടെ മേടിച്ച് അത് ഈശോയ്ക്ക് വേണ്ടി പങ്കുവെക്കുന്നു. കണ്ണുനീരോടെ തരുന്നവരുടെ ആ പണത്തെ, ആ കണ്ണുനീരിനെ യേശു അനുഗ്രഹിച്ച് ലോകത്തിനുള്ള അനുഗ്രഹമാക്കി ഉയർത്തുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു ചാനൽ ആരംഭിക്കുക മാത്രം ചെയ്യുക. എന്നെ സ്നേഹിക്കുന്ന എന്റെ മക്കൾ ഈ ശുശ്രൂഷയെ മുമ്പോട്ട് കൊണ്ടുപോകും. ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും ഞാൻ ശാലോം പീസ് ഫെലോഷിപ്പിലേക്ക് ക്ഷണിക്കുന്നു. ശാലോം പീസ് ഫെലോഷിപ്പ് അംഗമായി ചേരാൻ വേണ്ടത് 2 യോഗ്യതകളാണ്. ഒന്ന് ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് എല്ലാ ദിവസവും ശാലോമിന് വേണ്ടി പ്രാർത്ഥിക്കണം. സ്വന്തം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ കർത്താവെ ശാലോമിനെ അനുഗ്രഹിക്കണമേ, ലോകത്തിൽ അനുഗ്രഹമായി ശാലോമിനെ ഉയർത്തണമേ എന്ന്
ശാലോമിന് വേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയെല്ലാം ശാലോമിന് വേണ്ടി പ്രാർത്ഥിക്കണം. 2, നിങ്ങളുടെ സമ്പത്തിന്റെ ഓഹരി ശുശ്രൂഷയുമായിട്ട് പങ്കുവയ്ക്കുക. നിങ്ങളുടെ സമ്പത്തിന്റെ സമൃദ്ധി പോലെ ഉള്ളവർ കൂടുതൽ, ഇല്ലാത്തവർ ഇല്ലാത്ത രീതിയിൽ സമ്പത്തിന്റെ ഓഹരി മാസം തോറുമോ വർഷത്തിലൊന്നോ ഇത് സാധിക്കുന്ന രീതിയിൽ ശാലോമായിട്ട് പങ്കുവയ്ക്കുക. ഇങ്ങനെയുള്ള വ്യക്തികളാണ് ശാലോം പീസ് ഫെലോഷിപ്പിന്റെ അംഗമായിത്തീരുന്നത്. അവർക്ക് ശാലോം തിരിച്ചു നൽകുന്നത് യാതൊന്നും അവർക്ക് തിരിച്ചു തരികയില്ല. ശാലോം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കൊടുക്കുന്നത് ശാലോമിനല്ല, ഞങ്ങൾക്ക് ആർക്കുമല്ല, കൊടുക്കുന്നത് കർത്താവിനാണ്. കർത്താവ് ഒരിക്കലും ആരുടെയും കടക്കാരനായി മാറുകയില്ല. ഇവിടെ നേരത്തെ എഴുന്നേറ്റുന്ന വ്യക്തിയോട് ചോദിച്ചാൽ അവർക്ക് പറയാനുണ്ടാവും അനുഗ്രഹത്തിന്റെ 1000 കലകൾ, ദൈവം അനുഗ്രഹിച്ച 1000 കലകൾ അവർക്ക് പറയാനുണ്ട്. അതുകൊണ്ട് അവർ മടുപ്പില്ലാതെ ശുശ്രൂഷയെ ഈ കാലഘട്ടങ്ങളെ സഹായിക്കുക. നിങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ശാലോം പീസ് ഫെലോഷിപ്പിലേക്ക് ക്ഷണിക്കുന്നു. ശാലോം പീസ് ഫെലോഷിപ്പ് അംഗമായി ചേർന്ന് ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥനയിലൂടെയും പങ്കുവയ്ക്കലിലൂടെയും അധ്വാനത്തിലൂടെയും ശാലോം മിനിസ്ട്രിയെ സഹായിക്കുക. ശാലോം പീസ് ഫെലോഷിപ്പിൽ അംഗങ്ങളാകാൻ ആഗ്രഹിക്കുന്നവര് ഒന്ന് കൈവെക്കാമോ? ഒന്ന് കൈവെക്കും. പെട്ടെന്ന് കൈവെക്കും. ആത്മാവ് പ്രചോദനം തരുന്ന വ്യക്തി. ഞാൻ ആരെയും നിർബന്ധിക്കുകയില്ല, ഇന്നേ വരെ ആരെയും നിർബന്ധിച്ചിട്ടില്ല, ആരെയും നിർബന്ധിച്ചിട്ടല്ല 70,000 ആൾക്കാരെ കൂട്ടിയിരിക്കുന്നത്. പറയും ആത്മാവ് പ്രചോദനം നൽകുന്ന കൈവെക്കും. കൈവെക്കുക. കൈവെക്കിയ വ്യക്തികൾ ഒന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുക. കൈവെക്കിയവര് എഴുന്നേറ്റ് നിൽക്കുന്നു. പലപ്പോഴും ബ്രോഷർ നിൽക്കുന്നു. കൈവെക്കിയവര് പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു. വോളണ്ടിയേഴ്സ് അവർക്ക് ശാലോം പീസ് ഫെലോഷിപ്പിന്റെ ബ്രോഷർ കൊടുക്കുക. എഴുന്നേറ്റ് നിന്ന് ഇരിക്കരുത്, പ്രാർത്ഥിക്കണം. എഴുന്നേറ്റ് നിന്നുകൊണ്ട് മാത്രം ബ്രോഷർ മേടിക്കുക. ഇനി ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് മേടിക്കുക. കൂടെ ഇരിക്കുന്നവർ കാണുമെന്ന ചങ്ങലുള്ളത് കൊണ്ട് ആരും ഇരുന്നോട് മേടിക്കരുത്. ഇതൊരു സമർപ്പണത്തിന് അടയാളമാണ്. എഴുന്നേറ്റ് നിന്നുകൊണ്ട് മാത്രം ബ്രോഷർ മേടിക്കുക. പെട്ടെന്ന് ബ്രോഷർ കൊടുക്കുക. സമയങ്ങളില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് കൊടുക്കുക. വളരെ പെട്ടെന്ന് കൊടുക്കുക. ബ്രോഷർ മേടിച്ചവര് ബ്രോഷർ നമുക്ക് ഉയർത്തിപ്പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. ബ്രോഷർ ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ശാലോം പീസ് ഫെലോഷിപ്പിലെ 70,000 അംഗങ്ങളോട് ചേർന്ന് നിങ്ങളും പ്രാർത്ഥിക്കുകയും ഇങ്ങനെ ഇന്ത്യ മുഴുവൻ ആയിരക്കണക്കിന് വ്യക്തികൾ ഈ രീതിയിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ആ കരങ്ങളെ, ആ സമർപ്പണത്തെ കർത്താവ് കണ്ടു. അത് ലോകത്തിന് വലിയ അനുഗ്രഹമായി മാറിയ ഒരു സുവിശേഷ ശുശ്രൂഷയാക്കി ദൈവത്തിന്റെ ആത്മാവ് ഉയർത്തി. അഭിമാനത്തോടെ ദൈവത്തിന് മുമ്പിൽ നിൽക്കുക. അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുക ബ്രോഷറുകൾ. ഇതിനെ കർത്താവ് കാണട്ടെ. ഞാൻ കർത്താവെ അങ്ങനെ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്നതിന്റെ അടയാളമായി, അങ്ങനെ സ്നേഹിക്കുന്നതിന്റെ അടയാളമായി, കർത്താവെ സുവിശേഷം ലോകത്തിന്റെ അതിരുകളോളം എത്തിക്കാനുള്ള എന്റെ ആഗ്രഹത്തിന്റെ അടയാളമായി ഞാൻ അങ്ങയുടെ മുമ്പിൽ നിലകൊള്ളുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ അങ്ങയുടെ മുമ്പിലായിരിക്കുന്ന ഈ മക്കളെ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ മക്കളെ, ഇവിടെ കുടുംബത്തെ, കുടുംബ സാഹചര്യത്തെ യേശു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇവരുടെ അധ്വാനങ്ങളെ, ഇവരുടെ സംഘത്തിനെ, ഇവരുടെ തലമുറയെ കർത്താവെ അനുഗ്രഹിച്ച് വലിയ അനുഗ്രഹമാക്കി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു നാമത്തിൽ ഒരു
സ്വന്തമായിട്ട് ഇരിക്കും. റോഷൻ എഴുതി ചെയ്യുന്നത് റോഷന്റെ ഒരു ഭാഗത്ത് ഒരു ഫോറമാണ്. നിങ്ങൾ ആ ഫോറം പൂരിപ്പിക്കുക. ഇത് സാധിക്കുന്നവർ പണത്തോടൊപ്പം നാളെ ഫോറം കൊണ്ടുവരിക. നമ്മുടെ സ്റ്റേ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ ഒരു കൗണ്ടറുണ്ട്. പണത്തോടൊപ്പം നിങ്ങൾക്ക് ഫോറം ഇവിടെ കൊടുക്കാവുന്നതാണ്. പണം കയ്യിലില്ലാത്തവർ അതുപോലെ നിങ്ങൾ പിന്നീട് അയച്ചു തരിക. അംഗമായി ചേരുന്ന വ്യക്തികൾക്ക് ഏതെങ്കിലും കാരണത്താൽ തുടർന്ന് പണമടയ്ക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ അതൊരിക്കലും ആർക്കും ഒരു ഉത്തരവാദമായിട്ട് മാറുകയില്ല. പക്ഷെ നിങ്ങൾ ശിശുവിനെ സഹായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിനും അതോടൊപ്പം തന്നെ ലോകത്തോട് സുവിശേഷം കൊടുക്കാനുള്ള ശാലോമിന്റെ പ്രവർത്തനത്തിന് ഒരു വലിയ സഹായമാകുകയും ചെയ്യും. ശാലോം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതോടൊപ്പം തന്നെ അവർക്ക് ശാലോം മെസ്സഞ്ചർ എന്ന ഒരു ബുള്ളറ്റിനുണ്ട്. ഇത് 3 മാസം കൂടുമ്പോൾ ശാലോം പീസ് ഫെലോഷിപ്പിലെ അംഗങ്ങൾക്ക് അത് സൗജന്യമായിട്ട് അയച്ചു തരും. ഇതിനകത്ത് ശാലോമിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളും ശാലോമിന്റെ എല്ലാ മിഷൻസുമുള്ള ഒരു പ്രൈവറ്റ് ഇതാണ്. അതുകൊണ്ട് എല്ലാ അംഗങ്ങൾക്കും സൗജന്യമായിട്ട് 3 മാസം കൂടുമ്പോൾ ഇതിന് അയച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ശാലോ പ്രാർത്ഥനകൾ എന്ന ഒരു ചെറിയ പുസ്തകം അതോടൊപ്പം നിങ്ങൾക്ക് തരുന്നതാണ്. ശാലോമിനോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള നിയോഗങ്ങളെല്ലാം ഒരു പുസ്തകം. Praise the Lord. Hallelujah. 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 ഒരുമിച്ച് Hallelujah. നമുക്കൊരു ഗാനം ആലപിച്ച് കഥാനുവാദം. Praise the Lord. Hallelujah. എല്ലാവരും പറയാം Hallelujah. 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 നമുക്ക് എഴുന്നേൽക്കുക. പ്രാർത്ഥന സന്നിധിയിൽ എല്ലാവരും എഴുന്നേൽക്കുക. ഈശോയെ ഒന്ന് ആരാധിക്കാൻ പോവുക. ഹല്ലേലൂയ. ബഹുവരവർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. ദൈവനോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ കരം പിടിച്ചിട്ട് ഒരു പ്രൈസലോട് പറഞ്ഞു. ഇടത് വലത് നിൽക്കുന്ന ഒരു പ്രൈസലോട്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിനൊന്നും പാടി ആരാധിക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട്. അനേക വർഷങ്ങളില് ദൈവജനം പാടി 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 വലിയ അഭിഷേകവും യേശുവിന്റെ അത്ഭുതകരമായ സൗഖ്യവും സ്വന്തമാക്കിയ ഒരു ഗാനം. ഹല്ലേലൂയ. യേശു നല്ലവൻ, അവൻ വല്ലവൻ. ഹല്ലേലൂയ. പാട്ട് പാടി ഒന്ന് കർത്താവിനെ ആരാധിക്കാൻ നമ്മുടെ കരങ്ങൾ ഒന്നടിക്കാം. കരങ്ങൾ ഒന്ന് ശക്തമായിട്ടൊന്ന് കരങ്ങളെടുത്ത് എല്ലാവരും ഒന്ന് കരങ്ങൾ നിർത്തി
ശാന്തമായിട്ടിരിക്കാം. നമ്മുടെ അടുത്ത വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഈ സെക്ഷൻ ചെയ്യുന്നത് നമുക്കൊക്കെ ഏറെ സുപരിചിതനായ ബ്രദർ സിബി പുല്ലമ്പാവിലാണ്. നിങ്ങൾക്ക് ഏറെ സുപരിചിതനായ സാധാരണ ടെലിവിഷനിലൂടെയും ഇതിനെ ശുശ്രൂഷയുള്ളത്. ഈ ദിനങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിൽ വന്ന്
ശാലോമിന്റെ മിനിസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രത്യേകം അഭിഷേകം ചെയ്ത് നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹമാണ് അടുത്ത സെഷനിൽ നമ്മൾ ഈശോയുടെ വചനത്തെ കുറിച്ച് സംസാരിക്കുകയും ശാലോമിന്റെ സീനിയർ മാനേജറായി ആരംഭ കാലഘട്ടം തുടങ്ങി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏറെ അധ്വാനിക്കുകയും ഓടുകയും ചെയ്യുന്ന ഒരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. അതുപോലെ ശാലോമിന്റെ പ്രസിദ്ധീകരണ വിഭാഗങ്ങളുടെ എല്ലാം സർക്കുലേഷൻ മാനേജറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുന്നു. സന്ദേശാലം, ഷാലോം ടൈംസ്, ഷാലോം റൈഡിങ്സ് ഇങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങളുടെ സർക്കുലേഷൻ മാനേജറും ഷാലോം ഔട്ട്ലെറ്റ് മിനിസ്ട്രിയുടെ HOD-യുമായിട്ട് വർക്ക് ചെയ്യുന്നു. ഷാലോമിന്റെ കേരളത്തിന് അകത്തും പുറത്തുമുള്ള ഇന്ത്യക്ക് വെളിയിലുള്ള ഷാലോമിന്റെ ധ്യാന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നു. കൺവെൻഷനുകള്, ധ്യാനങ്ങള് അദ്ദേഹമാണ് നേതൃത്വം കൊടുക്കുന്നത്. ഈ സെഷനില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അമ്മയിലൂടെ നമ്മളോട് സംസാരിക്കാണ്. നമുക്ക് കരങ്ങളടിച്ച് സന്തോഷത്തോടെ ദൈവത്തെ വീട്ടിലേക്ക് അനേജ് ചെയ്യാം. Praise the Lord. ഈ സെഷനില് സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെയൊക്കെ പുഞ്ചിരിക്കുന്ന മുഖം ഒത്തിരി സൗന്ദര്യമുള്ള മനുഷ്യ. ഹല്ലേലൂയ. പുഞ്ചിരിയോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6-ാം തിരുവചനത്തില് പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ ഒരു പ്രവർത്തനത്തെ കുറിച്ച് ഇങ്ങനെ പറയുക. ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവിൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ അവന്റെ ശരീരത്തിൽ ലഭിച്ച ശക്തിയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. ന്യായാധിപന്മാർ പുസ്തകം 16:4 ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി അവൻ വസിച്ചപ്പോൾ തന്നെ ആക്രമിക്കാൻ വന്ന സിംഹത്തെ ആയുധങ്ങളില്ലാതെ ആട്ടിൻ കുഞ്ഞിനെ എന്നതുപോലെ അവൻ ചീട്ടിക്കളഞ്ഞു. പരിശുദ്ധാത്മാവ് ഒരു ചെറുപ്പക്കാരൻ വസിച്ചപ്പോൾ അവന് ലഭിച്ച ശക്തി അവന്റെ ശരീരത്തിന് തന്നെ ആക്രമിക്കാൻ വന്ന സിംഹത്തെ ആയുധങ്ങളില്ലാതെ ആട്ടിൻ കുഞ്ഞിനെ എന്നതുപോലെ അവൻ ചീന്തിക്കളഞ്ഞു. Praise the Lord. Hallelujah. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ശരീരത്തിൽ വസിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ കൊടുക്കുന്ന ശക്തിയെ കുറിച്ച് ദൈവത്തിന്റെ വചനം നമ്മളെ സാക്ഷ്യപ്പെടുത്തുകയും എന്നാൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ അതിൽ വ്യത്യസ്തമായ മറ്റൊരു ശക്തിയെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവിൽ പ്രകാരം പഠിപ്പിക്കുകയും. നമുക്കറിയാം പത്രോസിന്റെ ജീവിതം ഒത്തിരിയധികം ഭയപ്പെട്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞ് യേശുവിന് വേണ്ടി പീഡയെടുക്കുന്നത് വലിയ വേദനയെ കണ്ട് രക്ഷപ്പെട്ട പത്രോസിലേതാണ്. അവനെ പരിശുദ്ധാത്മാവ് പിടികൂടി. ഭയം വരുന്ന പത്രോസിനെ പരിശുദ്ധാത്മാവ് പിടികൂടി. അവൻ ഒത്തിരി മുടങ്ങുന്ന സൗഖ്യം നൽകിയപ്പോൾ അവനെ അറസ്റ്റ് ചെയ്ത് ന്യായാധിപന്മാരുടെ മുൻപിൽ, പുരോഹിതന്മാരുടെ മുമ്പിൽ, ജനപ്രമാണികളുടെ മുമ്പിൽ അവനെ ഏൽപ്പിക്കുകയാണ്. അവിടെ ഇവിടെ കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയ സമയത്ത് അവർ ചോദിച്ചു, എന്ത് അധികാരത്തിലാണ് അഥവാ ആരുടെ നാമത്തിലാണ് നീ ഇതെല്ലാം ചെയ്തത്? ബദൽ പറയുക. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ അവർക്ക് അടിപറയിടുക. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ചോദിക്കുകയാണ്, ഞങ്ങൾ ചെയ്ത ഒരു സത്പ്രവൃത്തിയെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങളും ഇസ്രായേൽ മുഴുവൻ അറിഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും ദൈവം മനുഷ്യനെ നിർപ്പിക്കുകയും ചെയ്ത നസറനായ യേശുവിന്റെ നാമത്തിലാണ് ഞങ്ങൾ ഇത് ചെയ്തത്. വീട് പണിക്കായി നിങ്ങൾ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ആ കല്ല് ക്രിസ്തുവാണ്. തുടർന്ന് പറയുകയാണ്, മറ്റാരും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യന്റെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. മറ്റാരും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ലെന്ന് അസംയുക്തമായി പരിശുദ്ധാത്മാവിനാൽ തെളിഞ്ഞ് പത്രോസ് വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നുണ പറയുന്നു. പരിശുദ്ധാത്മാവ് കള്ളത്തിന് പറയുന്നവരാണ്. ഒരു യുവാവിന്റെ മേൽ പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ അവന്റെ ശക്തി കൊണ്ട് അവൻ സിംഹത്തെ വലിച്ചു കയറി. എന്നാൽ ഒരു വ്യക്തിയുടെ ആത്മാവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്നപ്പോൾ അവന്റെ ഭയം വിട്ടുമാറി എല്ലാം മറന്ന് അവൻ വിളിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അവരെ കൊണ്ട് പറയിപ്പിക്കുക, മറ്റാരും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, കർത്താവായ യേശു എന്ന നാമമല്ലാതെ. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഇന്ന് ഈ കൺവെൻഷൻ പങ്കെടുക്കുന്ന ആയിരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം ഇതാണ്.
നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഏക നാമം കർത്താവായ യേശു എന്ന നാമമാണ്. പ്രിയമുള്ളവരെ, യേശു അനേക ദൈവങ്ങളിൽ ഒരു ദൈവം അല്ല. ദൈവം യേശു അനേക രക്ഷകരിൽ ഒരു രക്ഷകനല്ല. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നു, യേശു ഏക രക്ഷകനാണ്. അവനല്ലാതെ മറ്റൊരു രക്ഷയില്ല. മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ലോകത്തിന് നൽകിയിട്ടില്ല. എന്നാൽ ഇതിന്റെ കാലഘട്ടങ്ങളിൽ വെള്ളം ചേർക്കപ്പെട്ടു. അനേക രക്ഷകരിൽ, അനേക ദൈവങ്ങളിൽ ഒരു ദൈവമായി യേശുവിനെ തരം താഴ്ത്തുന്ന ഒരു നാടുകളിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. യേശു ഏക രക്ഷകനെന്ന പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച സത്യം തുറന്നു പറയാൻ ധൈര്യമില്ലാത്ത ഒരു സമൂഹത്തിലാണ് ഞാൻ എന്തെങ്കിലും ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, തിരിച്ചറിയുക, ദൈവത്തിന് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചത് യേശു ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല എന്ന സത്യമാണ്. അതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്കുള്ള ഏക നാമം കർത്താവായ യേശു എന്ന നാമമാണ്. മറ്റൊരു നാമവും മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം അനുവദിച്ചിട്ടില്ല. യെശയ്യാ 13:43 വരുന്നു പറയുകയാണ്, എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. അതെ, ഞാൻ മാത്രമാണ് രക്ഷകൻ. എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയുമില്ല. അതെ, ഞാൻ മാത്രമാണ് രക്ഷകൻ. ഹല്ലേലൂയ. വലുതരമുയർത്തി ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ. ഒരുമിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തില് ഇങ്ങനെ വിളിച്ചു പറയുക, നിങ്ങൾ ഇതെല്ലാം ചെയ്തത് കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം. നിത്യ വിട്ടുവരേണ്ട മണിക്കൂറാണല്ലോ ഇത്. എന്തെന്നാൽ രക്ഷ നാം ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അതിനാൽ അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ ഉപേക്ഷിക്കുക, പകലിന്റെ ആയുധങ്ങൾ ധരിക്കുക, പ്രകാശത്തിന് ചേർന്ന രീതിയിൽ ജീവിക്കുക. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വേഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ നിങ്ങൾ വ്യാപരിക്കരുത്. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക രീതിയിൽ ശരീരത്തെ കുറിച്ച് ചിന്തിക്കരുത്. പുതുത കർത്താവായ യേശു ക്രിസ്തുവിനെ നയിക്കുക. വചനം പറയുക, നിദ്ര വിട്ടുവരേണ്ട മണിക്കൂറാണിത്. എന്തെന്നാൽ രക്ഷ നാം ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ അടുത്തെത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, രക്ഷ എന്ന് പറഞ്ഞാൽ അതൊരു പ്രവൃത്തിയല്ല, അതൊരു സംഭവമല്ല. രക്ഷ എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയാണ്. ഇത് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സന്തോഷത്തിനെ നിങ്ങൾ അറിയിക്കുന്നു. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു വന്നിരിക്കുന്നു. വാക്കായത് സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന് സത്വാർത്ഥ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. രക്ഷ എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയാണ്, കർത്താവായ യേശു ക്രിസ്തു. വചനം പറയുക, നീ നിദ്രയിലാണെങ്കിൽ, നീ അന്ധകാരത്തിലാണെങ്കിൽ നിദ്ര വിട്ടുണരേണ്ട മണിക്കൂറാണിത്. നമുക്കറിയാം, നിദ്ര എന്ന് സംഭവിക്കുന്നത് അന്ധകാരത്തിന് രാത്രിയില്ല. രാത്രിയാണ് സാധാരണ നിദ്രയ്ക്കുള്ള സമയം. നീ ഇപ്പോൾ രാത്രിയിലാണെങ്കിൽ, വചനം പറയുന്ന അന്ധകാരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നരകമെന്നോ പിശാചെന്നോ തകർച്ചയെന്നോ നാശമെന്നോ ആണ്. വചനം പറയുകയാണ്, നീ ഇന്ന് അന്ധകാരത്തിലാണെങ്കിൽ ഈ രാത്രിയിൽ നീ പ്രകാശത്തിലേക്ക് കടന്നു വരണം. വചനം അന്ധകാരത്തിന്റെ പ്രവർത്തികൾ എന്തൊക്കെയാണെന്ന്, ഒരു വ്യക്തി അന്ധകാരത്തിലാണോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗത്തെ കുറിച്ച് പറയുകയാണ്. നീ സുഖലോലുപതയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ തിരിച്ചറിയുക, നീ ജീവിക്കുന്നത് അന്ധകാരത്തിലാണ്, നാശത്തിലാണ്, തകർച്ചയിലാണ്. നീ പ്രകാശത്തിലേക്ക് കടന്നു വരണം. മദ്യലഹരിയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ, പ്രിയമുള്ള സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലോ നിന്റെ കുടുംബത്തിലോ മദ്യത്തിന് സ്ഥാനമുണ്ടെങ്കിൽ നീ തിരിച്ചറിയുക, നീ ജീവിക്കുന്നത് അന്ധകാരത്തിലാണ്, നാശത്തിലാണ്, തകർച്ചയിലാണ്. അവിഹിത വീഴ്ചയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ, നിന്റെ ജഡത്തിന്റെ മേൽ തിന്മയ്ക്ക് അധികാരമുണ്ടെങ്കിൽ നീ തിരിച്ചറിയുക, നീ ജീവിക്കുന്നത് അന്ധകാരത്തിലാണ്, നാശത്തിലാണ്, തകർച്ചയിലാണ്. വിഷയാസക്തിയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ തിരിച്ചറിയുക, ഈ രാത്രിയിൽ നിന്റെ ജീവിതം അന്ധകാരത്തിലാണ്. കഴിയുന്ന വ്യക്തിയാണെങ്കിൽ
അസൂയ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ തിരിച്ചറിയുക, വചനം പഠിപ്പിക്കുക, നീ ചെയ്യുക അന്ധകാരത്തിലാണ്. പ്രിയമുള്ളവരെ, പ്രകാശം എന്ന് പറഞ്ഞാൽ അതെന്താണ്? പ്രകാശം എന്ന് പറഞ്ഞാൽ വചനത്തിലെ പ്രകാശം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയല്ല, ഒരു വസ്തുവല്ല. ഈശോ പറഞ്ഞു, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാനാണ് ലോകത്തിന്റെ പ്രകാശം, യേശുവാണ് പ്രകാശം. ഈശോ പറഞ്ഞു, നീ പ്രകാശത്തിലേക്ക് കടന്നു വരിക, നീ രക്ഷയിലേക്ക് കടന്നു വരിക, നീ യേശുക്രിസ്തുവിലേക്ക് കടന്നു വരിക, എന്നിട്ട് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കുക, പകലിനെ യോജിച്ച രീതിയിൽ പെരുമാറുക, അന്ധകാരത്തിന്റെ പ്രവൃത്തി ഉപേക്ഷിക്കാൻ. പ്രിയമുള്ളവരെ, ഈ രാത്രി ഞാനും നിങ്ങളും തയ്യാറാകണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുക. കാരണം രക്ഷകൻ മറ്റൊരിക്കലുമില്ലാത്ത രീതിയിൽ നമുക്ക് വളരെ അടുത്തെത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ചില വിട്ടുമാറാത്ത രോഗപീഠകൾക്ക് മുമ്പിൽ, ചില വിട്ടുമാറാത്ത പാപ ബന്ധത്തിന് പിന്നിലൊക്കെ പിന്നീട് പൈശാചിക സ്വാധീനമുണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കാൻ. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 10-ാം തിരുവചനം പറയുക, ഒരു സാപത്തിൽ അവൻ സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് നിവർത്തിയെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ കൂനിപ്പോയ ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ചു. ഏതാത്മാവ്? അതിന്റെ ഫലമായി നിവർത്തിയെടുക്കാൻ സാധിക്കാത്ത രീതിയിൽ അവൾ കൂനിപ്പോയി. അതുകൊണ്ട് യേശു പറഞ്ഞു, മകളെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ വിമുക്തിയാകുക. അപ്പോൾ ഫരീസയർ അവനെ വിമർശിച്ചു. യേശു പറഞ്ഞു, കപട നാട്ടിക്കാരെ, 18 വർഷമായി സാത്താൻ കെട്ടിയിരിക്കുന്ന അബ്രാഹത്തിന്റെ മകളെ ഞാൻ ഈ സാപത്തിൽ അഴിച്ചുവിടേണ്ടതില്ലെന്നോ? യേശു പറയുക, 18 വർഷമായി സാത്താൻ കെട്ടിയിരിക്കുന്ന അബ്രാഹത്തിന്റെ മകളെ, വിട്ടുമാറാത്ത ചില രോഗപീഠകൾ 18 വർഷമായി സാത്താൻ കെട്ടിയതിനാൽ നിവൃത്തി നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ അനേക ഡോക്ടർമാരും പരാജയപ്പെട്ട രോഗി, അവിടെ യേശു അഴിച്ചുവിട്ടു. ഈ നാളുകളെ കാണാറുണ്ട്. ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വർഷങ്ങളായി 100 കണക്കിന് ഡോക്ടർമാരെ കടന്നുപോയി, 100 കണക്കിന് ഡോക്ടർമാരെ ട്രീറ്റ് ചെയ്തിട്ടും ഫലം ലഭിക്കാത്ത ചില രോഗികൾക്ക് വേണ്ടി ബന്ധന പ്രാർത്ഥന നൽകി പ്രാർത്ഥന ശേഷം പിന്നീട് ചെറിയ മരുന്നിലൂടെയൊക്കെ സൗഖ്യം പ്രാപിക്കുന്നത് ഈ നാളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ചില വിട്ടുമാറാത്ത രോഗപീഠകൾക്ക് പിന്നിലൊക്കെ പൈശാചിക സ്വാധീനമുണ്ട്. ചില വിട്ടുമാറാത്ത പാപബന്ധനങ്ങൾക്ക് പിന്നിലും പൈശാചിക സ്വാധീനമുണ്ടെന്ന് ദൈവത്തിൽ വചനം പഠിപ്പിക്കുക. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 2-ാം തിരുവചനം യേശുവിനെ അനുഗമിച്ച സ്ത്രീകളെ കുറിച്ച് പറയുകയാണ്. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരായ അനേക സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദല എന്നറിയപ്പെടുന്ന മറിയവും അവരോടൊപ്പം ചേർന്നു. 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദല എന്ന് വിളിക്കപ്പെടുന്നവളുമായും യേശുവിന്റെ ശിഷ്യഗണത്തിൽ ചേർന്നു. നമുക്കറിയാം എന്തായിരുന്നു യേശുവിന്റെ ശിഷ്യഗണത്തിൽ ചേർന്നതിന് മുൻപ് മറിയത്തിന്റെ തൊഴിൽ. അനേകരോടൊപ്പം പാപം ചെയ്ത് പാപത്തിന് അടിമയായ വ്യക്തി, അവളെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, അവിടെ നിന്നാണ് യേശു 7 ദുഷ്ടാത്മാക്കളെ ബഹിഷ്കരിച്ചത്. 7 തിന്മകൾ, 7 പിശാചുക്കൾ അവളുടെ ശരീരത്തിൽ വസിച്ചത് കൊണ്ട് അവളുടെ ജലത്തിന് ദാഹം തീർക്കാൻ അനേക പുരുഷന്മാരെ പാപത്തിലേക്ക് നയിച്ച ഒരു വ്യക്തിയെ കുറിച്ച് അവരെ പഠിപ്പിക്കുക. വിട്ടുമാറാത്ത ചില ചെടിക പാപത്തിന് പിന്നിൽ പൈശാചിക സ്വാധീനമുണ്ടെന്ന് ദൈവത്തിന് വചനം കാണിച്ചിരിക്കുക. ഈ രീതിയിലുള്ള പ്രവർത്തനത്തിന്റെ മുമ്പിലൊക്കെ പൈശാചികമായ സ്വാധീനങ്ങൾ, ചില വിട്ടുമാറാത്ത മദ്യപാന ആരോഗ്യത്തിലൊക്കെ പൈശാചിക സ്വാധീനമുണ്ട്. നമുക്കറിയാം, മദ്യപിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള പ്രവർത്തനം അവന് ഏറ്റവും അധികം വേദനിക്കുന്നത് അവന് ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, അല്ലേ? അവന്റെ മക്കള്, അവന്റെ ജീവിത പങ്കാളി, അവരൊത്തിരി കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്. ഒരു മദ്യപാനിയുടെ മക്കളോട് അല്ലെങ്കിൽ മദ്യപാനിയുടെ ഭാര്യയോട് ചോദിക്കുക, നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ, നിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്താ? അവർക്കുള്ള ഒറ്റ വിഷയമായിരിക്കും, എന്റെ അപ്പന്റെ മദ്യപാനം നിർത്തി കണ്ടിട്ട് മരിക്കാനുള്ള ഭാഗ്യം എനിക്ക് ലഭിക്കണം. ഇത് ഈ അപ്പനും അറിയാം, പക്ഷേ നിർത്താൻ സാധിക്കുന്നുണ്ടോ? ഒരിക്കല് +2 പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ, ചെറുപ്പക്കാരനാണ്, അവൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്റെ പപ്പായെ ഒന്ന് ഉപദേശിക്കണം, പപ്പായുടെ മദ്യപാനം കണ്ടും നാണം കെട്ടി ജീവിക്കാൻ പറ്റുന്നില്ല, എന്റെ പപ്പായെ ഉപദേശിക്കണം. ഞാൻ അദ്ദേഹത്തിന്റെ പപ്പായെ കാണിച്ചു, അദ്ദേഹത്തിന്റെ പപ്പായുടെ ഉപദേശിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലായി വളരെ ലാഭത്തോടെ പറയുക, എനിക്കൊരു സെക്കൻഡ് മതി ഈ മദ്യപാനം ഉപേക്ഷിക്കാൻ, എനിക്കൊരു സെക്കൻഡ് മതി ഉപേക്ഷിക്കാൻ. ഞാൻ പറഞ്ഞ വെല്ലുവിളിക്ക് ഉപേക്ഷിക്കാം. അത് കഴിഞ്ഞ്
ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന് കയറി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് അദ്ദേഹത്തിന്റെ ഒരു മേശയിൽ കുറച്ച് കറി ഇരിക്കുന്നു. എന്താ സഹോദരങ്ങൾ കറി ഇരിക്കുന്നത്? അദ്ദേഹം ഇറങ്ങിപ്പൊട്ടി പറയാ, ഞാനത് ചോറിന്റെ കുറച്ച് കറി ബാക്കി വെച്ചിരിക്കുക. എന്തിനു വേണ്ടിയാ? വൈകുന്നേരം എനിക്ക് മദ്യം കഴിക്കാൻ. അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് പറയുക, ഈ പിശാചിനെ വിട്ടുപോകുന്നില്ല, ഈ പിശാചിനെ വിട്ടുപോകുന്നില്ല, എനിക്കിതിൽ നിന്ന് മോചനമില്ല. ഇങ്ങനെയുള്ള അനേകരെ ഈ നാളിൽ കാണുന്നുണ്ട്. അനേക യുവജനങ്ങളുടെ കണ്ണുനീര് കാണുന്നുണ്ട് മദ്യപാനം മൂലം തകരുന്ന കുടുംബത്തെ കുറിച്ച്. ഇത് മദ്യപിക്കുന്ന അപ്പന്മാർക്കറിയാം, പക്ഷെ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള പാപത്തിന് പിന്നില് പൈശാചിക സ്വാധീനമുണ്ട് എന്ന് തിരിച്ചറിയണം. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടങ്ങളിൽ കാണുന്ന വലിയ ഒരു അപകടമില്ല. പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെയൊക്കെ നല്ല ആതിഥ്യമുള്ള പാരമ്പര്യമുള്ള തറവാട്ടിൽ എന്ന് പറഞ്ഞ പെൺകുട്ടികൾക്കൊക്കെ ഈ കാലഘട്ടങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന്. അത്തറിന്റെയും സെന്റിന്റെയും ഒക്കെ സുഗന്ധം പിടിക്കുമ്പോൾ എല്ലാം മറന്ന് പിടിവിട്ടു പോകുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഈ നാളിൽ കാണാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം അതിരമ്പുഴ ദേവാലയം ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാർ പറയുകയാണ്, കഴിഞ്ഞ ഒരു വർഷം 62 കുട്ടികൾ മറ്റു മതസ്ഥരുടെ പിന്നാലെ പോയി. നമ്മുടെ പെൺകുട്ടി ഒരുത്തിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചനം അസാധ്യമാണ്. എത്ര പ്രാർത്ഥിച്ചാലും, ആരൊക്കെ കരഞ്ഞാലും, അപ്പനും അമ്മയും ആത്മഹത്യ ചെയ്താലും, എന്തെല്ലാം ചെയ്താലും നമ്മുടെ മക്കളെ പിടിക്കും. തകർന്ന് തരിപ്പണമായി കഴിയാതെ ഒരിക്കലൊരു അപ്പന്മാരോട് പറഞ്ഞു, നീ ഈ ബന്ധം തുടർന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യും. രക്ഷയിലായിട്ട് അദ്ദേഹം സമ്പന്നനായ അപ്പൻ ആത്മഹത്യ ചെയ്തു. അവിടെ ഒട്ടും മൈൻഡാക്കിയില്ല. തിരിച്ചറിയുന്നത് എല്ലാം കഴിഞ്ഞ് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ബോധ്യപ്പെടുന്നത് സഹായിക്കാൻ ആർക്കും പറ്റുമോ? പല പെൺകുട്ടികളെ കുറിച്ച് മാതാപിതാക്കൾ പറയുമ്പോൾ ഞാൻ ഈ നാളുകളിൽ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, മരിച്ചുപോയി എന്ന് കരുതുക. കാരണം ഒത്തിരി പേര് ഉപയോഗിച്ചിട്ട് മാറ്റമില്ലാതെന്ന് പറഞ്ഞു മരിച്ചുപോയി എന്ന് കരുതിയേക്കാൻ. എന്നാൽ പ്രിയമുള്ളവരെ തിരിച്ചറിയുക, ഇതിന് പിന്നിൽ ഒരു പൈശാചിക സ്വാധീനമുണ്ട്. ഈ അടുത്ത നാളിൽ ഒരു അമ്മ മകളുമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. ഒരു ചെറുപ്പക്കാരുമായി നാളുകളായി തെറ്റായ പ്രേമത്തിൽ കഴിയുന്നു. അന്നേരം ഉപദേശിച്ചു, പ്രാർത്ഥിച്ചു, പല കൗൺസിലിംഗ് എടുത്ത് മാറ്റമില്ല. ഞങ്ങൾ ഇവിടെ കൊണ്ടു നിർത്തി ഇവിടെ തലയിൽ കൈവച്ച് ഒരു ബന്ധന പ്രാർത്ഥന എടുത്ത് പ്രാർത്ഥിച്ചു. ബന്ധന പ്രാർത്ഥന കഴിച്ചപ്പോൾ ഈ കുട്ടി ചോദിച്ച ചോദ്യം ഇതാണ്, എനിക്കെന്ത് പറ്റി? എനിക്കെന്താ പറ്റിയത്? എനിക്കെന്താ പറ്റിയത്? ചോദിച്ചോളെ, എനിക്കെന്താ പറ്റിയത്? അവിടെ കണ്ണുകൾ തുറന്നു. അന്ധകാരം നിറഞ്ഞ കണ്ണുകൾ തുറന്നു. ഈ നാളുകളിൽ തിരിച്ചറിയുക, ഈ മേഖലകളൊക്കെ തിന്മ ഒത്തിരി അധികമായി കൈയടക്കി വെച്ചിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാം അധ്യായത്തിൽ എങ്ങനെ പറയുകയാണ്, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും കള്ളൻ വരുന്നു. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും ഒക്കെയാണ്. എന്റെ അടുത്തുള്ള ഇടവകയിൽ ഈ കഴിഞ്ഞ വർഷം തിരുപ്പിറവിയും ഉദ്ധാനമൊക്കെ ആഘോഷിച്ചത് സന്ധ്യ സമയത്ത്. പാതിരാക്കി നടക്കേണ്ട തിരുക്കറങ്ങൾ സന്ധ്യ സമയത്ത് നടത്തി. പെരുന്നാളും ഉച്ചകഴിഞ്ഞ സമയത്തൊക്കെയാണ്. അന്വേഷിച്ചുള്ള കാര്യം ഇതാണ്, കഴിഞ്ഞ വർഷം ആ ഇടവകയിൽ രാത്രിയിൽ പള്ളിയിൽ തിരുപ്പിറവിയും എല്ലാം നടന്ന സമയങ്ങളിൽ അവിടെയുള്ള അനേക ഭവനങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. അനേക ഭവനങ്ങളിൽ കള്ളന്മാർ കയറി ഇറങ്ങി. അതുകൊണ്ട് ഈ വർഷം ആ ഇടവകയിലെ എല്ലാ ജനങ്ങളും പകരാക്കി മാറ്റി. കള്ളൻ കയറിയ ഒരു വീട്ടിലെ ഒരു വ്യക്തിയോട് പറയുകയാണ്, സ്ഥിതി കള്ളൻ വീട്ടിൽ കയറിയിട്ട് അവന്റെ കണ്ണുകളിൽ അണ്ണുകമ്പയില്ലായിരുന്നു. അവനെന്താ ചെയ്തത്? വീട്ടിലെ വിലപ്പെട്ടത് മുഴുവൻ കൊണ്ടുപോയി. മനോഹരമായി വിലയേറിയ ഫർണിച്ചറുകൾ നശിപ്പിച്ചു കളഞ്ഞു. വിലയേറിയ ലോക്കുകൾ പൊട്ടിച്ചു കളഞ്ഞു. വിലപ്പെട്ടതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അവന്റെ കണ്ണിൽ അനുകമ്പയില്ലായിരുന്നു. കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം കള്ളന്റെ കണ്ണുകളിൽ അനുകമ്പയുണ്ടോ? വചനം പറയുക, അവൻ വരുന്നത് മോഷ്ടിക്കാനാ, അവൻ വരുന്നത് കൊല്ലാനാ, അവൻ വരുന്നത് നശിപ്പിക്കാനാ. കള്ളന്റെ കണ്ണുകളിൽ നിന്ന് ഒരു കാരണവശാലും നമ്മളാരും അനുകമ്പ പ്രതീക്ഷിക്കാൻ പാടില്ല. അവൻ വീട്ടിൽ കിടന്നു വന്ന് എന്നാൽ 2 വർഷത്തെ ന്യൂസ് പേപ്പർ ഇരിപ്പുണ്ട്, അതെടുത്തിട്ട് പോയിക്കൊള്ളാം എന്ന് ചിന്തിക്കുന്നു. അവിടെ ഇരിക്കുന്ന പഴയ ചിന്തിക്കുന്നു. അവൻ വീട്ടിൽ കടന്നു വന്നാൽ നിന്റെ വീട്ടിൽ അമൂല്യമായ എന്തെല്ലാം ഉണ്ടോ, നിനക്ക് പ്രിയപ്പെട്ടതായിട്ട് എന്തെല്ലാം ഉണ്ടോ, നിന്റെ വീട്ടിൽ വിലയേറിയ എന്തെല്ലാം ഉണ്ടോ, അതെല്ലാം അവർ കൊണ്ടുപോകും. കണ്ണിൽ
വേണ്ടതെല്ലാം നശിപ്പിക്കും. അവസരം കിട്ടിയാൽ അവൻ നിന്നെ കൊല്ലും. കള്ളന്മാർ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം വീട്ടിലെ ഭീതികരമായ അവസ്ഥയെക്കുറിച്ച്. വചനം പറയുക, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനാ, കൊള്ളാനാ, നശിപ്പിക്കാനാ. പക്ഷെ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും. പ്രിയമുള്ളവരെ, അതിനാൽ കള്ളൻ എന്ന് പറഞ്ഞാൽ ഈശോ ഉദ്ദേശിച്ച കള്ളൻ നമ്മുടെ വീട്ടിൽ കിടന്നു വന്ന സ്വർണ്ണം മോഷ്ടിക്കുന്ന കള്ളനെ കുറിച്ചല്ല. യേശു ഉദ്ദേശിച്ച കള്ളൻ തിന്മയെ കുറിച്ചാണ്, സാധാരണയെ കുറിച്ചാണ്. അവൻ കടന്നു വരുന്നത് നിന്റെ ജീവിതത്തെ നശിപ്പിക്കാനാണ്. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ എന്തെല്ലാം പരിശുദ്ധമായിട്ടുണ്ടോ, എന്തെല്ലാം സ്വർഗം സന്തോഷത്തോടെ നോക്കുന്നതായിട്ടുണ്ടോ, എന്തെല്ലാം അഭിമാനമായിട്ടുണ്ടോ, അതെല്ലാം നശിപ്പിക്കാൻ കള്ളൻ എന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കള്ളന് ഒരിക്കലും നമ്മുടെ കുടുംബത്തിന്റെ മേൽ അധികാരം കൊടുക്കരുത്. അവൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനോ. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനുമോ അത് സമൃദ്ധമായി ഉണ്ടാകാനുമോ. ഇന്ന് ലോകത്തിൽ നടക്കുന്ന ദൈവം സൃഷ്ടാവാണ്. അവൻ സൃഷ്ടി ചെയ്യുന്നവനാണ്, അവൻ നശിപ്പിക്കുന്നവനല്ല. ലോകത്തിൽ എന്തിന്റെ പേരിലാണെങ്കിലും ആരെങ്കിലും നശിപ്പിക്കുന്നുണ്ടെങ്കിൽ, കൊല്ലുന്നുണ്ടെങ്കിൽ, തകർക്കുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, അത് തിന്മയുടെ പ്രവർത്തനമാണ്, അത് പൈശാചിക പ്രവർത്തനമാണ്, അത് ദൈവത്തിൽ നിന്നുള്ളത് അല്ല. അവൻ വരുന്നത് കൊല്ലാൻ, നശിപ്പിക്കാനാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ കൂടുതലായി ദൈവത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ നമ്മൾ ആദ്യം ആശ്രയിക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ഓടിച്ചിരുന്നത് വികാരിച്ചിന്റെ അടുത്തേക്കാണ്. സഹായിക്കാൻ പറ്റുന്ന വ്യക്തിയെ, വീട്ടിലെ കാറ് കേടായാൽ നമ്മൾ അതുകൊണ്ട് ആരെങ്കിലും കൊല്ലനായിലേക്ക് പോകുന്നു. TV കേടായാൽ അതുമായിട്ട് ആശാരി സംഭവിക്കുകയില്ല. അതിന് സ്പെഷ്യലൈസർ അതിന് മേൽ കൈവയ്ക്കുമ്പോഴാണ് അതിന് മാറ്റമുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, തിരിച്ചറിയ രാത്രിയിൽ നമ്മുടെ ജീവിതങ്ങളിൽ ഒരു വൈകല്യം സംഭവിക്കുമ്പോൾ, ഒരു തകർച്ച സംഭവിക്കുമ്പോൾ നാം ഓടേണ്ടത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്തേക്കാണ്. എന്നെ ഇത് ഈശോ പഠിപ്പിച്ച ഒരു ചെറിയ സംഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. എന്റെ വീട്ടിലെ അകത്തേക്ക് പ്രവേശിക്കുന്ന പ്രധാനപ്പെട്ട ഡോർ ഒരു ദിവസം കേടായിപ്പോയി. അത് അടയ്ക്കാൻ പറ്റില്ല. അടച്ചാൽ തുറക്കാൻ ബുദ്ധിമുട്ട്. ആഴ്ചകൾ കഴിഞ്ഞു, രാത്രി ഒത്തിരി കഷ്ടപ്പെട്ട് ചവിട്ടിയൊക്കെ അടയ്ക്കും, രാവിലെ ചവിട്ടി തുറക്കും, ഡോർ കേടായി. നാളുകൾ കഴിഞ്ഞു, ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. എനിക്ക് ഒരു 2 ആഴ്ചത്തെ യാത്ര പോകാറുണ്ട്. അപ്പോൾ എന്റെ ജീവിത പങ്കാളി പറഞ്ഞു, 2-3 ആഴ്ച കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് ജീവിത പങ്കാളി അമ്മയും 3 കുട്ടികളുമുണ്ട്, വീട് സുരക്ഷിതമായി അടയ്ക്കണം. അതുകൊണ്ട് വീട് അടച്ച് ലോക്ക് ചെയ്യാൻ ആക്കിയതിനു ശേഷം മാത്രമേ യാത്ര പോകാനുള്ളൂ. ഞാൻ അടുത്തുള്ള ഒരു ആശാരി ചെറുക്കിനടുത്തേക്ക് പോയിരുന്നു. അവിടെ പറഞ്ഞു, എനിക്ക് നാളെ രാവിലെ 10:30 ഒരു യാത്ര പോകാനുണ്ട്, അതുകൊണ്ട് രാവിലെ വന്നിട്ട് എന്റെ ഡോറിന് ശരിയാക്കി തരണം, 8 മണിയാകുമ്പോൾ വെക്കണം. അവൻ സമ്മതിച്ചു. ഞാൻ 8 മണിയായി ഇവരെ നോക്കിയിരിക്കുകയാണ്. ഇവരെ കണ്ടില്ല. 8 മണിയായി കണ്ടില്ല, 9 മണിയായി കണ്ടില്ല, 9:30 എനിക്ക് 10:00 പോകണം. 9:30 ഇവരെ കാണുന്നില്ല. എനിക്ക് ആ അസ്വസ്ഥതയും 10:30 എന്നെ കൂട്ടാൻ വണ്ടി വരും. എനിക്ക് പുറപ്പെടാം. പിന്നെ തിരിച്ചു വരുന്നത് 2 ആഴ്ചകൾക്ക് ശേഷമാണ്. എനിക്കിത് കാണാതെ എങ്ങനെ പോകാൻ പറ്റും? 10 മണിയായപ്പോൾ ഈ ആശാരി ചെറുക്കൻ ഒരു സഞ്ചയം നോക്കി വീട്ടിലേക്ക് ഓടിപ്പാടി വന്നു. എന്റെ ദേഷ്യം മണവട്ടി. എന്നെ മാവണ്ടപ്പോൾ ആ പയ്യൻ ചോദിച്ചു, സിബിച്ചേട്ടാ എന്താ ദേഷ്യം വിളിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, എനിക്ക് 10:00 പോകണമെന്ന് പറഞ്ഞില്ലേ, സമയത്തിലേ. അതൊന്നും മിണ്ടാതെ ഡോറെ പിടിച്ചു നോക്കി അടച്ചു ചോദിച്ചു, ഇത്രയും പ്രശ്നമുള്ളോ? സിബിച്ചേട്ടന്റെ പണി കൊണ്ട് ഇതിനെ പരമാവധി വികലമാക്കിയല്ലോ. അവൻ പെട്ടെന്ന് സഞ്ചി തുറന്ന് അവന്റെ ഉപകരണങ്ങൾ എടുത്ത് ഒരു 5-8 മിനിറ്റ് കൊണ്ട് ഈ പ്രശ്നം ഇവൻ പരിഹരിച്ച് ഇവൻ ഡോർ അടച്ചു തുറന്നെന്നെ കാണിച്ചു. ഞാൻ ഈ പ്രശ്നം പരിഹരിക്കാൻ എങ്ങനെ ചെയ്തോ അതിന്റെ ഓപ്പോസിറ്റ് രീതിയിൽ ഇവൻ ഡോർ അടച്ചു തുറന്നെന്നെ കാണിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. ആഴ്ചകൾ നോക്കിയിട്ട് പരിഹരിക്കാത്ത ഈ പ്രശ്നത്തെ 5-8 മിനിറ്റ് കൊണ്ട് ഈ ആശാരിക്കാൻ പരിഹരിച്ചു. എന്നിട്ട് എന്നെ നോക്കി ആ പയ്യനൊരു ചോദ്യം ചോദിച്ചു, ശ്രമിച്ചേട്ടാ, ഈ ഡോറ് ഇവിടെ പണിതത് ഞാനല്ലേ? ഇത് പണിത് ആശാരി ഞാനല്ലേ? ഇതിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി വിളിക്കേണ്ടത് എന്നെ. അത് വെള്ളരി കിട്ടുന്നത് പോലെ എന്റെ മനസ്സിൽ തെളിഞ്ഞു. അതിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഞാൻ വിളിക്കേണ്ടത് അവനെയാണ്. പ്രിയമുള്ളവരെ, സൃഷ്ടിയുടെ വൈകല്യം പരിഹരിക്കേണ്ടത് സൃഷ്ടാവാണ്. സൃഷ്ടിയുടെ വൈകല്യത്തിന്റെ മേൽ സൃഷ്ടാവ് കൈവെക്കുമ്പോഴാണ് സൃഷ്ടിയുടെ വൈകല്യങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. അതുകൊണ്ട്
നമ്മുടെ ജീവിതത്തിൽ ഒരു വൈകല്യം സംഭവിക്കുമ്പോൾ നീ വിളിക്കേണ്ടത് യേശു ക്രിസ്തു എന്ന സൃഷ്ടാവിനെയാണ്. അവൻ കൈവെക്കുമ്പോൾ മാത്രമേ സൃഷ്ടിയുടെ വൈകല്യങ്ങൾ പരിഹരിക്കുകയുള്ളൂ. നിന്റെ ജീവിതത്തിലെ, നിന്റെ കുടുംബത്തിലെ വൈകല്യം എത്രമാത്രം വലുതാണെങ്കിലും സൃഷ്ടാവ് കൈവച്ചാൽ ആ വികലതയെ മാറ്റപ്പെടും. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി ശാലോമിലേക്ക് ഫോൺ ചെയ്തു. അവർ ഫോണിൽ ഒത്തിരി പേര് പ്രാർത്ഥനയ്ക്ക് വിളിക്കാറുണ്ട്. അവർ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ഒരു കുഞ്ഞുമോൾ ചെയ്യാനെന്നാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് ജീവിക്കുകയാണ്, എനിക്ക് ഒത്തിരി വേദന പറയാൻ ഒരു സമയം തരണം. അവളുടെ സമയം അനുവദിച്ചു. അവൾ അവളുടെ ജീവിതം പറയുകയാണ്, എന്റെ പേര് കുഞ്ഞുമോൾ, എന്റെ ഹസ്ബൻഡ് ചെറിയാണ്. ഞാൻ സ്കൂളിൽ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജ് ഏറ്റവും സുന്ദരിയായിരുന്നു. എന്റെ ഹസ്ബൻഡ് കോളേജിൽ ഏറ്റവും സുന്ദരനായ സ്പോർട്സ്മാൻ ആയിരുന്നു. മധ്യ തിരുവിതാംകൂറില് ഇന്ന കുടുംബത്തിലെ അംഗമാണ് ഞങ്ങൾ. ധനാഠ്യരായ കുടുംബത്തിലെ അംഗങ്ങളാണ്. രണ്ടുപേരും വളരെ ധനാഠ്യരായ വ്യക്തികളാണ്. അവർ പറഞ്ഞു, ഞങ്ങളിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അവിടെ ഒരു വലിയ ഫാക്ടറി നടത്തുകയാണ്. ഇത്രയും പറഞ്ഞതിന് ശേഷം സ്ത്രീ പറഞ്ഞു, എന്റെ ഹസ്ബൻഡ് ചെറിയ ഇന്ന് കുളിച്ചിട്ട് മാസങ്ങളായി, ഷേവ് ചെയ്തിട്ട് മാസങ്ങളായി, ഭക്ഷണം കഴിച്ചിട്ട് ആഴ്ചകളായി, പല്ല് കഴിച്ചിട്ട് ആഴ്ചകളായി, മിടുമിടുക്കനായ സുന്ദരനായ ധനാട്ടനായിരുന്ന എന്റെ ജീവിത പങ്കാളി ചെറിയ ഒരു ഭ്രാന്തനെ പോലെ പാഞ്ഞു നടക്കുകയാണ്. അവളുടെ ജീവിതകഥ എങ്ങനെ പറയുകയാണ്? അവൾ പറഞ്ഞത് പ്രകാരമാണ്, അവർ തിരുവനന്തപുരത്ത് ഒരു വലിയ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബോർഡ് KSEBിക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കമ്പനി. വളരെ മനോഹരമായിട്ട് പോകുന്ന 100 കണക്കിന് ജീവനക്കാരുടെ ജോലി ചെയ്യുന്നു. എന്നാൽ KSEBിയിലെ ഒരു പ്രമുഖനായ ഒരു എഞ്ചിനീയർ ഇവരിൽ നിന്ന് വലിയൊരു തുക കൈക്കൂലിയായിട്ട് ആവശ്യപ്പെട്ടു. സത്യസന്ധനായ ഈ മനുഷ്യൻ കൈക്കൂലെടുക്കാൻ തയ്യാറായിരുന്നു. അതിന് ഫലമായി ഈ എഞ്ചിനീയർ സർക്കാരിന് കൊടുക്കുന്ന റിപ്പോർട്ടിൽ ഇവിടെ ഉൽപ്പന്നത്തെ കുറിച്ചുള്ള മോശമായ റിപ്പോർട്ട് കൊടുത്തു. അതിന് ഫലമായി സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള 50 കോടി രൂപ ഇവർക്ക് തടഞ്ഞു വെച്ചു. കോടിക്കണക്കിന് രൂപയുടെ ഉൽപ്പന്നങ്ങൾ അവിടെ കെട്ടിക്കിടക്കുന്നു. ഇവരുമായിട്ടുള്ള എഗ്രിമെന്റ് സർക്കാർ പിൻവലിച്ചു. 50 കോടി രൂപ കിട്ടാൻ കിടക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ സാധനങ്ങൾ കിടക്കുന്നു. കുറെ നാള് അദ്ദേഹം പിടിച്ചു നിന്നു, സ്റ്റാഫിനെ നിലനിർത്താൻ വേണ്ടി. പിന്നീട് സ്റ്റാഫുകളൊന്നായി വിട്ടുപോയി. ഉള്ള സ്ഥലം വിറ്റ്, സ്വർണം വിറ്റ് എല്ലാ രീതിയിലും പ്രശ്നം പരിഹരിക്കാൻ നോക്കി. പക്ഷേ നാളുകൾ കഴിയുന്നതനുസരിച്ച് പ്രശ്നം കൂടിക്കൊണ്ടിരുന്നു. സ്റ്റാഫ് എല്ലാം വിട്ടുപോയി. കമ്പനി അടച്ചുപൂടി സാഹചര്യത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് കടന്നു വന്നു. ആ സുഹൃത്ത് ഇദ്ദേഹത്തെ കൂട്ടി ഒരു ജോത്സ്യന്റെ അടുത്തേക്ക് പോയി. ക്രിസ്ത്യാനിയായ ഈ വ്യക്തി ജോത്സ്യന്റെ അടുത്ത് ചെന്ന് ജോത്സ്യൻ പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറഞ്ഞു, നിനക്കിപ്പോൾ മോശം കാലമാണ്, കഷ്ടകാലമാണ്. അതുകൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ അദ്ദേഹം കുറെ അമ്പലങ്ങളുടെ പേര് പറഞ്ഞിട്ട് ഈ അമ്പലങ്ങളിൽ പോയി പൂജ ചെയ്തെന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ അത് കേട്ട് അനേക അമ്പലങ്ങളിലേക്ക് പോയി. വീണ്ടും തിരിച്ചു മാറ്റമുണ്ടാകുന്നില്ല. വീണ്ടും പറഞ്ഞവർ അദ്ദേഹം തിരുവനന്തപുരത്തിന് ഈ ദേശം വരെയുള്ള അനേക അമ്പലങ്ങളുടെയും കാവുകളുടെയും പേര് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ ഒരു ഭ്രാന്തനെ പോലെ അമ്പലങ്ങളിലേക്ക് കാവുകളിലേക്ക് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവരുടെ ജീവിത പ്രശ്നം. ഞാൻ പറഞ്ഞു, സൃഷ്ടിയുടെ വൈകല്യം പരിഹരിക്കുന്ന സൃഷ്ടാവ്. നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ 2 തെറ്റുകൾ ചെയ്തു. എന്തൊക്കെയാ? 1, ജീവിതത്തിന് ഉറവയായ ക്രിസ്തുവിനെ ഉപേക്ഷിച്ചു. 2, ജലം ശേഖരിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കഴിച്ചു. ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് അനുദമിക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും. നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്നു. ഒരിക്കലും വ്യാഴാഴ്ചയെ വിളിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, നാളെ ഇന്ന് വ്യാഴാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്, ശാലോമിന്റെ നൈറ്റ് വീഡിയോ ദിവസമാണ്. ഞാൻ പറഞ്ഞു, നാളെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നൈറ്റ് വീഡിയോയാണ്. ലോകത്തെ നമ്മൾ അനുഗ്രഹിക്കുന്ന ഒരു അത്ഭുതമുള്ള ദിവസമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു കൊടുത്തെങ്ങനെയാണ്? നാളെ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കണം. പച്ചവെള്ളങ്ങളും കുടിക്കണ്ട. നേരെ ഇടവക ദേവാലയത്തിലേക്ക് പോവുക. വൈദ്യുതിന്റെ മുമ്പിൽ മുട്ടുമെന്ന് പാവങ്ങളേറ്റ് പറഞ്ഞ് കണ്ണുകളോടെ കുമ്പസാരിക്കണം. എന്നും കൂടെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ തന്നെ വിശദീകരിക്കുക. നാളെ കർത്താവ് നിങ്ങളുടെ അത്ഭുതം ചെയ്യും. പിറ്റേദിവസത്തിന് ആരും വിളിച്ചു പറഞ്ഞു. അവർ പറയുകയാണ്, ഞങ്ങൾ ദേവാലയത്തിൽ പോയി. ഈ കാര്യത്തിന്റെ മുമ്പിൽ ഞാൻ വളരെ കണ്ണുനീരോടെ കുമ്പസാരിച്ചു. എന്നാൽ എന്റെ ജീവിതം പങ്കാളിച്ചറിയാൻ കുമ്പസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് നീന്തങ്ങൾ വിട്ടുപോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം കുമ്പസാരിച്ചു. പച്ചവെള്ളം പോലും കുടിക്കാതെ ഞങ്ങൾ ഇന്ന് മുഴുവൻ പ്രാർത്ഥിക്കുക. പിറ്റേ ദിവസം ശനിയാഴ്ച വാഗ്ദാനപ്രകാരം നിങ്ങളെ തന്നെ വിശദീകരിച്ചാൽ നാളെ കർത്താവിന്റെ അത്ഭുതം ചെയ്യും. ജോഷുവയുടെ പ്രവചനമാണ്. പിറ്റേ ദിവസം ഇവിടെ ഫോൺ വന്നില്ല. ദിവസം വിളിക്കുന്നില്ല. അതിന് ഞായറാഴ്ച വിളിച്ചില്ല. തിങ്കളാഴ്ച വിളിച്ചിട്ട് വിളിച്ചുപാടെ സഹോദരി പറയാണ്, ബ്രദറെ അത്ഭുതം സംഭവിച്ചു.
നിങ്ങളെ പോലെ ഞാനും നന്നെ പടക്കം പോലെ വളരെ നിഷ്ക്രിയമായി ചോദിച്ചു, പറ എന്താ അനുഭവിച്ചത്? എനിക്കറിയാം 50 കോടി കടമുള്ള കോടിക്കണക്കിന് കടമുള്ള കുടുംബത്തെ ദൈവത്തിന് ഒരു ദിവസം അനുഭവിക്കാൻ പറ്റില്ല എന്നെനിക്കറിയാം, എന്റെ ബുദ്ധിക്കറിയാം. ഞാൻ വളരെ ലാഘവത്തോടെ ചോദിച്ചു, എന്താ സംഭവിച്ചത്? അവർ പറഞ്ഞ വാക്കിലാണ്, ഞങ്ങൾ ശനിയാഴ്ച മൃതമായി വിളിച്ചിരുന്നു. ശനിയാഴ്ച തിരുവനന്തപുരത്ത് ഞങ്ങളുടെ കുടുംബ സുഹൃത്തിന്റെ കല്യാണത്തിന് ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ എന്റെ കൂടെ കോളേജിൽ പഠിച്ച എന്റെ സ്നേഹിതയെ ഞാൻ കണ്ടു. അവൾ എന്നെ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ മാറി നടന്നു. കാരണം അവൾ വലിയ പൊസിഷനുള്ള വ്യക്തിയാണ്. കാരണം എന്റെ കോലം ശരീരത്തിൽ സ്വർണ്ണമില്ല, ഞാൻ എല്ലാം കോലമായി പോയി. എന്നെ കണ്ട തിരിച്ചറിഞ്ഞിട്ട് ഞാൻ വിജയമായി പോയി. ഞാൻ മാറി നടന്നു. പക്ഷെ എപ്പോഴോ അവൾ എന്നെ കണ്ടു ഓടി ഒന്ന് കെട്ടിപ്പിടിച്ച് ചോദിച്ചു, കുഞ്ഞുമോളെ നിനക്ക് എന്ത് പറ്റി? എന്തുമാത്രം സുന്ദരിയായിരുന്നു, നിനക്ക് എന്ത് പറ്റി? കുഞ്ഞുമോൾ പറഞ്ഞപ്പോൾ തെളിവായി. പക്ഷെ ഈ സ്നേഹിതനെ നിർബന്ധിച്ചപ്പോൾ കുഞ്ഞുമോള് അവരുടെ ജീവിതത്തിലെ കഥനങ്ങൾ ഈ സ്നേഹിതയോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവള് ഇങ്ങനെ മറുപടി പറഞ്ഞു, ഞാൻ എന്റെ ചേട്ടനോട് പറയും. ഞാൻ ചേട്ടനോട് പറയാം. ചേട്ടൻ എന്ന് പറഞ്ഞാൽ ദൈവമൊന്നുമല്ല. ചേട്ടൻ എന്ന് പറഞ്ഞാൽ അവളുടെ ഹസ്ബൻഡ്. ഞാൻ ചേട്ടനോട് പറയാം. ആ ബ്രദറെ, ആ സ്നേഹിതാണെന്നറിയാമോ? അവളുടെ പേര് എൽസി എന്നൊക്കെ വിളിക്കുന്നത്. അവളുടെ മുഴുവൻ പേര് എൽസ എന്നാ. അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണിയുടെ ഭാര്യയായ എലിസബത്തായിരുന്നു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അന്നത്തെ വിദ്യശക്തി വകുപ്പ് മന്ത്രി, എന്റെ ഓർമ്മശീലാണെങ്കിൽ കടവൂർ ശിവദാസൻ വിദ്യശക്തി മന്ത്രി ഇവരെ മീറ്റിംഗിലേക്ക് വിളിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ ഡേഡി സർക്കാർ ഇവർക്ക് കൈമാറി. പിന്നീട് ബാക്കി പുതിയ എഗ്രിമെന്റുമായി ടൈപ്പ് ചെയ്ത് ഈ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ചു. കൈകൾ അടിച്ച് നമ്മൾ ദൈവത്തെ മാറ്റപ്പെടുത്താം. സൃഷ്ടിയുടെ വൈകല്യം പരിഹരിക്കേണ്ടത് സൃഷ്ടാവാണ്. യേശു ക്രിസ്തു മാത്രമാണ് ഏക സൃഷ്ടാവ്. അവൻ മാത്രമാണ് ഏകദൈവം. അവരെല്ലാം ദൈവമില്ല. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നമുക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ പരിഹരിക്കാനായി നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പെട്ടെന്ന് എഴുന്നേൽക്കും. ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ രാത്രിയിൽ രക്ഷകൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, രക്ഷകൻ നമുക്ക് രക്ഷ നൽകാൻ പോകുന്ന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു. ഈ രാത്രിയിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ച് ഒരു അനുഗ്രഹമാക്കി മാറ്റും. നിങ്ങൾ ചെയ്ത കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്ക് സ്വതന്ത്രത്തിന് കിട്ടിയിരിക്കുന്നത് 1,31,895 രൂപ. ഒന്ന് കൈയടിച്ച്. നമുക്ക് 3 ദിവസം കൂടി കിട്ടിയിരിക്കുന്നത് 2,90,679 രൂപ കിട്ടി. നമുക്ക് വേണ്ടത് 8 ലക്ഷമായിരുന്നു. അതില് കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ട്. നാളെ ഒരു 2 ലക്ഷത്തിൽ കൂടുതൽ പൈസ ഉണ്ടാകണം. ഇനി നിങ്ങൾ ചിന്തിക്കുക. മറ്റൊരു കാര്യം, രാജപുരം ഇടവക്കാരെ അറിയിക്കുക. നാളെ 3:30 രാജപുരത്ത് ടൗണിൽ പണിത കെട്ടിടത്തിന്റെ ഉദ്ഘാടനമുണ്ട്. എല്ലാവരും പങ്കെടുക്കണം. ഞായറാഴ്ച, നാളെ ഞായറാഴ്ചയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുക. 4 മണിക്ക് ജപമാലയ്ക്ക് തന്നെ വരിക. നമ്മുടെ വീടുകളിൽ നിന്ന് അനേകരും മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് അച്ഛൻ പറയുകയാണ്, നിങ്ങൾ ആരാധനയ്ക്ക് പ്രാർത്ഥിക്കുക. അച്ഛൻ ഇതിനു മുൻപ് ചെന്നപ്പോൾ ഇവിടെ ധ്യാനം നടക്കുമ്പോൾ നമ്മുടെ കുറെ മക്കള് ഇന്റർനെറ്റ് കഫയിലിരിക്കുക, പ്രാർത്ഥിക്കുക. അനേകം യുവജനങ്ങള് വെയിറ്റിംഗ് ഷെഡിലൂടെയും വഴിയിലൂടെയും നടക്കുക. ഇന്റർനെറ്റ് കഫയിൽ കിടന്ന പിള്ളേരെ ഞാൻ വിളിച്ച് ഇങ്ങോട്ട് വിട്ടു. നിങ്ങൾ കർത്താവന്മാർ പ്രാർത്ഥിക്കുക, ചങ്കുപിടിച്ച് പ്രാർത്ഥിക്കുക. മാനസാന്തരം, ഒരനുഭവം, ദൈവാനുഭവം, നമ്മുടെ നവീകരണം ഈ പ്രദേശത്തുണ്ടാകാൻ. ആരാധനയ്ക്ക് വേണ്ടി വരികയാണ്. ഇത്രയും ദിവസം നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്നോ ഞങ്ങൾ നിങ്ങളോടൊന്നും പറഞ്ഞില്ല. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കി കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങൾ ആരും ദയവ് ചെയ്ത് ഈ ആരാധനയുടെ സമയത്ത് കൂട്ടായ്മ നടന്നു നിൽക്കരുത്. കാരണം സ്വർഗത്തിലെ ദൈവം മഹത്വത്തോടെ ഇവിടെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ നമ്മുടെ അപ്പനെ ബഹുമാനിക്കണം, ആദരിക്കണം. അതുകൊണ്ട് അകലെ മാറി നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിന്റെ നാമത്തിൽ നിങ്ങളോട് സ്നേഹപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു.
ദയവിനോട് നിങ്ങൾ നിൽക്കുന്നിടത്ത് ലേശം മുമ്പോട്ടൊന്ന് കയറി ആ കൂട്ടായ്മയിൽ ഒന്ന് അംഗമായി തീരുക. അതുപോലെ വലത് സൈഡിൽ നിൽക്കുന്നവര് എല്ലാവരും ഒന്ന് ചേരുക. കണ്ണുകളടച്ച് നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നമ്മൾ തന്നെയല്ല ഈ ആരാധനയിൽ പങ്കെടുക്കുക. നിങ്ങളുടെ പേരിന് കാരണക്കാരനായ വിശുദ്ധനെയും വിശുദ്ധനെയും നിങ്ങൾ ഈ ആരാധനയിലേക്ക് ക്ഷണിക്കുക. അവരുടെ മാധ്യസ്ഥം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. യേശുവെ ആരാധിക്കാൻ പരിശുദ്ധ അമ്മയും ദൂതഗണങ്ങളും ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ കടന്നു വരുന്ന സമയമാണ്. അപ്പോൾ നിങ്ങളുടെ പേരിന് കാരണക്കാരനായ വിശുദ്ധനോട് വിശുദ്ധയോട് ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഈ ആരാധന വേളയിൽ എന്റെ കൂടെ ഒന്ന് ചേർന്ന് നിൽക്കണം. നിങ്ങളുടെ കാവൽ മാലാഖമാരുണ്ട്, അവരെ നിങ്ങൾ ക്ഷണിക്കുക. അവരെല്ലാം ഇന്ന് ഇവിടെ അണിനിരക്കും. പ്രിയപ്പെട്ടവരെ, എബ്രായലേഖനത്തിന്റെ 12:24 പറയുന്നു, നിങ്ങൾ എത്തി നിൽക്കുന്നത് സീയോൻ പർവ്വതത്തിലേക്കും അസംഖ്യം ജെറുസലേം നഗരത്തിലേക്കും അസംഖ്യം ദൂതന്മാരുടെ ഗണത്തിലേക്കാണ്. വിശ്വാസം ഞങ്ങളിവിടെ കാണുകയാണ്. നിങ്ങളുടെ പേരിന് കാരണക്കാരായ വിശുദ്ധന്മാർ നിങ്ങൾക്ക് വേണ്ടി ഈ ആരാധന വേളയിൽ മാധ്യസ്ഥം പറയും. അനേക രക്തസാക്ഷികളുടെ ചുടുനിണം ഈ ദേശത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. ഈ ദേശത്തിന്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മ തന്റെ മക്കൾക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മുട്ടുമേൽ നിൽക്കുന്ന സമയമാണ്. എല്ലാവരും ചേർന്ന് നിൽക്കുന്നു. പുറയിലുള്ളവര് നിങ്ങൾക്ക് യേശുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. ചേർന്ന് നിന്നതിനായിട്ട് നന്ദി പറയുന്നു. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുന്നു. കരങ്ങൾ കൂപ്പി ഒരു നിമിഷം രാജാതിരാജനെ സ്വീകരിക്കാൻ വേണ്ടി ശ്രമിക്കും. യേശു പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവചനം, എന്റെ അടുത്തേക്ക് വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയില്ല. എന്നെ ഒരു നാളും തള്ളിക്കളയാത്ത ദൈവം, എന്നെ ഒരു നാളും തള്ളിക്കളയാത്ത യേശു. ആ യേശു വരുമ്പോൾ തന്നെ അവനെ നോക്കി നിങ്ങൾ ചേർന്ന് പാടുക, വാവ യേശുനാഥ. ജീവിതം തുറന്നു വെക്കുക, ഹൃദയം തുറക്കുക, മനസ്സ് തുറക്കുക, വ്യക്തി ജീവിതം സമർപ്പിച്ച് എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. വാവ യേശു. സ്നേഹത്തോടെയുള്ള വിളി കേട്ടുകൊണ്ട് ഈശോ ഈ അത്താഴയിൽ കയറി വന്നു. എല്ലാവരും ശബ്ദമുയർത്തി ചേർന്ന് വേണ്ടുന്നു. വാവ യേശുനാഥ. ശബ്ദമുയരട്ടെ. സജീവനായി കടന്നു വന്നിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം, ലോകത്തിന്റെ പ്രകാശമായവൻ, കർത്താവിനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. വലിയ സ്നേഹത്തോടെ കണ്ണുകൾ തുറന്നവനെന്ന് നോക്കി അവന്റെ സന്നിധിയിലേക്ക് കരങ്ങൾ സാവധാനമെന്ന് ഉയർത്തിപ്പിടിച്ച് എന്റെ പ്രിയപ്പെട്ട യേശുവിനെ ഒന്ന് അധരം തുറന്ന് ഹൃദയം തുറന്ന് യേശുവേ എന്ന് വിളിക്കാമോ? ആകാശത്തിന്റെ വീഴിൽ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നൽകിയ ഒരു നാമം മാത്രമേ ഉള്ളൂ. രക്ഷിതാവുമായവൻ യേശു കർത്താവ്. നാഥം നിൽക്കണമേ. ഹൃദയം തുറന്നുകൊണ്ടൊന്ന് ഈശോയെ നോക്കി ഹൃദയം തുറന്നു പാടിക്കേ. വേണ്ട പോകരുതേ എന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്ക്. എന്റെ ഹൃദയത്തിലേക്ക് യേശുവിനൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. വീടുകരങ്ങളും യേശുവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ചേർന്ന് എല്ലാവരും വിളിക്കുന്നു. സ്നേഹത്തോടെ വിളിക്കുന്നു. ശബ്ദമുയർത്തി
പരിശുദ്ധ പരമപരിശുദ്ധന്റെ മുമ്പിൽ ശിരസ് നമിച്ചവനെന്നുമാണ് ആദരപൂർവ്വം അവന്റെ സന്നിധിയിലിരിക്കും. ഭയഭക്തി ആദരവോടെ അറിയിക്കും. നിന്റെ വിശുദ്ധ ദൂതഗണങ്ങൾ നിന്നോട് ചേർന്ന് നിൽക്കുന്നു. മഹാമാരുടെ ഭാരതം കർത്താവിനാണ്. വികാരന്റെ സന്നിധി ഇറങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ സ്വർഗീയ ദൂതഗണങ്ങൾ അവനെ അനുധാപനം ചെയ്യുന്നു. ഈ സ്വർഗീയ അന്തരീക്ഷത്തെ ചേർന്ന് നിൽക്കുന്നു. യോഹന്നാന സുവിശേഷം 1-ാം അധ്യായം 18-ാം വചനം ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. അവിടെ നിന്നുമായി കാടവണ്ണം പുലർത്തുന്ന പുത്രനായ അവിടെ നിന്നാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. യേശു വെളിപ്പെടുത്തിയ സത്യമില്ല. അപ്പൊ നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും, ചെങ്കടൽ വിഭജിച്ചൊരു ദൈവമുണ്ട്, ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിമോചിച്ചൊരു ദൈവം, പകൽ മേഘത്തണലായി രാത്രി അഗ്നിസ്തംഭമായി ജനത്തിന്റെ കൂടെ നടന്ന ദൈവം. യെശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, ഊസയ്യാവ് രാജാവ് മരിച്ച വർഷം യെശയ്യാ തകർന്ന ഹൃദയത്തോടെ ജെറുസലേം ദേവാലയത്തിലേക്ക് ഓടി. കാരണം ശക്തനായ ഭരണാധികാരി, നല്ല രാജാവ്, രാജ്യം ഇനി നശിച്ചു പോകുമല്ലോ. വേദനയോടെ അവരോടി ജെറുസലേം ദേവാലയത്തിലേക്ക്. ജെറുസലേം ദേവാലയം മുഴുവൻ 10,000-ങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നാൽ യെശയ്യാ മാത്രം ഒരു കാഴ്ച കണ്ടു. ഇതാ ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ജീവിക്കുന്ന ദൈവം. അവന്റെ വസ്ത്രാഞ്ചലം കൊണ്ട് ദേവാലയം നിറഞ്ഞിരിക്കുന്നു. മാലാഖമാർ അവിടുത്തെ ആരാധിക്കുന്നു. അവൻ പരസ്പരം പാടി നടന്നു പറഞ്ഞു, ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന്. അവരുടെ സ്തുതി ആരാധനയുടെ മുമ്പിൽ ജെറുസലേം ദേവാലയം ധൂമഭരിതമായി. അതിന്റെ ഭൂമോട് പടിവാതിൽ വിറകൊണ്ടു. യെശയ്യാവ് കാണുന്ന ഒരു ദൈവം. പ്രിയമുള്ളവരെ, ആരാണ് ഈ ദൈവം? 1 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഇസ്രായേൽ ജനത്തെ അനുധാവനം ചെയ്ത ആ ആത്മീയ ശിലയിൽ നിന്ന് അവർ ഭക്ഷിച്ചു, അവർ പാനം ചെയ്തു. അവരെ അനുധാവനം ചെയ്ത ആത്മീയ ശില. പ്രിയമുള്ളവരെ, യെശയ്യാവ് കണ്ട ദൈവം, ചെങ്കടൽ വിഭജിച്ച ദൈവം, ഈ ആത്മീയ ശില യേശു ക്രിസ്തുവാണ്. ആ കർത്താവ് ഈ ആൾക്കാരിൽ ഇതാ നിന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ തക്കവണ്ണം യേശു ഈ രാത്രിയിൽ നിന്റെ മുമ്പിൽ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് അതിനെ തുറന്ന് സർവശക്തനെ വിളിച്ച് ആരാധിക്കുന്നു. ആരാധനയ്ക്ക് യേശുവേ. അതിനെ തുറന്ന് അവനെ വിളിച്ച് ജനം കണ്ട ദൈവം യേശു ക്രിസ്തു ഇതാ നിന്റെ മുമ്പിൽ യേശുവേ. കരങ്ങളടിച്ചെല്ലാവരും ശക്തമായി കരങ്ങളടിച്ച് വലിയ ഉണർവോടെ പാടി ആരാധിക്കുന്നു. ഹൃദയം വിട്ടുകൊടുത്ത് ദൈവത്തെ കണ്ടുകൊണ്ട് കണ്ണുകൾ അടച്ച് യേശുവിനെ മാത്രം ശ്രദ്ധിക്കുക. ഇടത്തും വലത്തും മുമ്പിലോ പുറകിലോ നോക്കുന്ന ആരെയും നീ ശ്രദ്ധിക്കുന്നില്ല. യേശുവിനെ ആരാധിക്കുന്നു. സ്വർഗ്ഗത്തിന്റെ ദൈവം, കണ്ട പുരാതനമായ ദൈവം, അവനെ ആരാധിക്കുന്നു.
അന്ധകാരത്തിൽ നടക്കില്ല. യേശു ലോകത്തിന്റെ പ്രകാശം. ഇനിയും നീ ഇരുട്ടിൽ കഴിയുന്ന ദൈവമായിരുന്നോ? ഇനിയും നീ പാപത്തിന്റെ അശുദ്ധിയിൽ വട്ടമിട്ട് പറക്കേണ്ട വ്യക്തിയാണോ? യേശു പറഞ്ഞു, ശവം എവിടെയുണ്ടോ അവിടെ കഴുകന്മാർ വന്നു ചേരും. പ്രിയ സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ശവമിനെ ചെയ്യുന്നതാണ് കടപ്പെട്ടോ? ഈ രാത്രിയിൽ നിനക്കതൊരു ക്രിസ്തുവിന് കൊടുക്കാമോ? ആ ഭൂതരാജാക്കന്മാർ സമർപ്പിച്ചതുപോലെ ഇന്ന് കർത്താവിനോട് പറയൂ, എനിക്ക് തരുവാൻ എന്റെ കയ്യിൽ പൊന്നും മീറയുമില്ല. എന്റെ ഈശോയെ, എന്റെ പാപത്തിന്റെ അശുദ്ധിയുണ്ട്, എന്റെ തിന്മകളുണ്ട്, ഇതിലെ അശുദ്ധിയുണ്ട്. ഇത് ഞാൻ കുടുംബത്തെ കുറിച്ച് വേദനിക്കുന്നുണ്ട്. ഇപ്പോൾ ഈശോയ്ക്ക് കൊടുക്കുക. കാരണം 60:1 പറയുന്നു, ഉണർന്ന് പരിശോധിക്കുന്നു, എന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം ഈ ദേശത്തിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. കർത്താവിന്റെ മഹത്വം അനേക കുടുംബങ്ങളിൽ ഈ രാത്രി ഉദിച്ചുയരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ യേശുവിന്റെ മഹത്വം ഉദിച്ചുയരാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവ് അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ചീഞ്ഞു മാറിയ ആ ശവശരീരം അണിഞ്ഞു പോയ ലാസറിന്റെ ശവശരീരമുണ്ടല്ലോ, 4-ാം നാൾ അവിടേക്ക് യേശു കടന്നു വന്നപ്പോൾ അവിടെ പുനരുദ്ധാനത്തിന്റെ ശക്തി നടന്നു. ഇളകി മറിയുന്ന കടലിന്റെ മുകളിലൂടെ യേശു മെല്ലെ മെല്ലെ നടന്നു വന്നവനാണ് കർത്താവ്. നിന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ തീരമാലകളുടെ മേൽ ഈ രാത്രി കർത്താവ് യേശു ക്രിസ്തു ഏക കർത്താവ്, ഏക രക്ഷിതാവ്, നിന്റെ പ്രശ്നങ്ങളുടെ തീരമാലകളുടെ മേൽ ഈ രാത്രി പാദം വെക്കാൻ പോവുകയാണ്. അത് നിന്റെ കുടുംബമാണോ, നിന്റെ ജീവിത പങ്കാളിയാണോ? ബഹുമാനപ്പെട്ട അച്ഛൻ ഈ ആൾക്കാരിൽ നിന്ന് കണ്ണീരോടെ പറഞ്ഞു, എന്റെ യുവജനങ്ങൾ എവിടെ പോയി? പ്രിയപ്പെട്ടവരെ, അവരെ യേശുവിന്റെ സന്നിധിയിൽ നിന്ന് കൊടുക്കാമോ? അവരെ യേശുവിന്റെ സന്നിധിയിൽ കൊടുക്കാമോ? സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചനം പറയുന്നു, ഒന്നിലും നീ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് നീ പറയുന്ന ദുർദിനങ്ങളും വർഷങ്ങളും നിന്റെ ജീവിതത്തിൽ ആഗമിക്കുന്നതിന് മുമ്പ്, പ്രിയ യുവജനമേ, യൗവനത്തിൽ നീ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. യൗവനത്തിൽ നീ നിന്റെ സൃഷ്ടാവിനെ സ്മരിക്കുക. ഈ രാത്രിയിൽ നിങ്ങളുടെ യുവജനങ്ങളെ ക്രിസ്തുവിനായി വിട്ടുകൊടുക്കാമോ? യേശുവിന്റെ കരങ്ങളിൽ കൊടുക്കുക. പാപത്തിന്റെ അശുദ്ധിയുടെയോ തിന്മയുടെ അന്ധകാരത്തിന്റെയോ ചങ്ങലകൾ അവൻ ബന്ധിക്കും, അവൻ കെട്ടുകൾ അടിക്കും. ജെറമിയ 30 പറയുന്നുണ്ടല്ലോ, ഇതാ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് അവരുടെ കഴുത്തിലെ നുകം ഞാൻ തകർക്കും, കെട്ടുകൾ ഞാൻ അടിക്കും. അവന്റെ സന്നിധിയിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി സാവധാനം കരം ഉയർത്തിപ്പിടിക്കുക. നിങ്ങൾ നിറഞ്ഞൊഴുകുന്ന വെടികളുണ്ടല്ലോ, അതെന്റെ കുടുംബത്തിൽ, എന്റെ കുഞ്ഞുങ്ങളില് ക്രിസ്തു നഷ്ടപ്പെട്ടല്ലോ. അതൊരു ഹൃദയത്തിന്റെ വിലാപമായി മാറട്ടെ. കരവേറുന്ന ഒരു വിലാപം യേശുവിന്റെ സന്നിധിയിലേക്ക് ഉയരട്ടെ. പ്രിയപ്പെട്ടവരെ, കരങ്ങളെ ഓർത്ത്, പ്രശ്നങ്ങളെ ഓർത്ത് ഈ രാത്രി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, അവന്റെ അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. ലോകവിപണികളിൽ യേശുവിന്റെ ശക്തി ഇറങ്ങുന്നു. എല്ലാവരും വിട്ടുകൊടുത്ത് ശബ്ദമുയർത്തി ആരാധിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്ഷിക്കണേ, 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 രക്ഷിക്കണേ. യോഹന്നാന്റെ സുവിശേഷം 11:41 പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറയും. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ യേശുവിന്റെ സന്നിധിയിൽ ഒരു വിടുതലിന്റെ ദൈവം, നിന്നെ വിമോചിപ്പിക്കുന്ന കർത്താവ്, രോഗങ്ങളെ സൗഖ്യം നൽകുന്നു. അവർ പറഞ്ഞു, അധികാരത്തോടുകൂടിയുള്ള എന്തൊരു ശക്തമായ പ്രബോധനമായത്. അശുദ്ധാത്മാക്കൾ വിട്ടുപോകുന്നു, രോഗികൾ സുഖം പ്രാപിക്കുന്നു. ഞങ്ങൾ ഇതുപോലെയൊന്നും ഇതേവരെ കണ്ടിട്ടില്ല. നിന്റെ വിശ്വാസത്തിന്റെ മിഴികൾ തുറക്കുക. ഈ രാത്രിയിൽ നീ ഇന്നേവരെ കാണാത്ത സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ യേശുവിന്റെ ഏകരക്ഷാനാമത്തിന്റെ അത്ഭുത ശക്തി ഈ സമൂഹത്തിൽ വ്യാപരിക്കാൻ പോകുന്നു. ഈ കരങ്ങളുയർത്തി എല്ലാവരും ശബ്ദമുയർത്തി തുറന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ സമൂഹത്തിന് വേണ്ടി ഇവിടെ ചേർന്നിരിക്കുന്ന വൈദിക
രോഗികളുടെ ബഹുരോഗിച്ച ശത്രുവിടെ ചേർന്ന് വയലത്തിന്റെ അഭിഷേകത്തോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമൂഹത്തിലെ രോഗികളെ സമർപ്പിക്കുന്നു. യേശുവേ, ഹൃദയം തുറക്കാതെ വിളിച്ചുകൊണ്ടിരിക്കുക. യേശുവേ, യേശുവേ, യേശുവേ എന്ന് ആവർത്തിച്ച് 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 അവരെ വിളിച്ചുകൊണ്ടിരിക്കുക. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹാലാ, 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 ഹാലാ. ബലക്കുറവുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ തൊട്ടുകൊണ്ടിരിക്കുന്നു. ആ നടക്കാനുള്ള വിഷമം എടുത്തു നീക്കി ആളുകൾക്ക് ബലം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. ഈ സമൂഹത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലിസി എന്ന സഹോദരി കർത്താവ് തുടർന്ന് ഇടയ്ക്ക് തലകറങ്ങി വീഴുന്ന ഒരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. നടക്കുമ്പോൾ അറിയാതെ മൂത്രമൊഴിക്കുന്ന പീഡ, ആ പീഡയിൽ നിന്ന് ഒരു വ്യക്തിയെ കർത്താവ് വിമോചിപ്പിക്കുന്ന മൂന്നോളം ദമ്പതികളുടെ കുഞ്ഞുങ്ങളുണ്ടാവാനുള്ള തടസ്സം കർത്താവ് എഴുന്നേൽക്കൊണ്ടിരിക്കുന്നു. ഹൃദയ കാഠിന്യ മുഖാന്തരം അനുതാപം നഷ്ടപ്പെട്ട ഒരു സമൂഹം, ഒരു പെരുമഴിയാണ് നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നു. രണ്ടുപേരുടെ ഹാർട്ടിന്റെ ബ്ലോക്ക് കർത്താവ് ഇപ്പോൾ എഴുന്നേൽക്കൊണ്ടിരിക്കുന്നു. ഈ സമൂഹത്തിലെ ഒത്തിരി പേരുടെ വിവാഹ തടസ്സം, ജോലി തടസ്സം കർത്താവ് എടുത്തു നീക്കിക്കൊണ്ടിരിക്കുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. വിദേശത്ത് ജോലി ചെയ്ത് ശമ്പളമില്ലാതെ വിഷമിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. അനേക വ്യക്തിയുടെ മദ്യപാനാസക്തി നീശോ വിടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നു. കർത്താവ് തുടർന്നു. ഇടയ്ക്കിടയ്ക്ക് മൂക്കിലൂടെ രക്തം വരുന്ന ഒരു പീഡ കർത്താവ് അത്ഭുത സൗഖ്യം നൽകിയ വ്യക്തിയെ പരിപൂർണമായും സൗഖ്യം. ഒരു നിമിഷം വേറെ സ്നേഹത്തോടെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട വൈദികരെ സന്യസ്തരെ കർത്താവിന്റെ കരങ്ങളിലൊന്ന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനുള്ള എല്ലാ വൈദികരെയും സന്യസ്തരെയും പരിശുദ്ധ കത്തോലിക്ക സഭയും ഈ ദിവികാരന്റെ സന്നദ്ധയെ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി അധ്വാനിച്ച എല്ലാ വൈദികരെയും നമുക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, അവരെ വലിയ ആദരവോടെ കർത്താവിന്റെ സന്നദ്ധയെ നമുക്ക് സമർപ്പിക്കാം. കാരണം ജീവിതത്തിന്റെ യുവത്വത്തിന്റെ ഏറ്റവും നല്ല പ്രായത്തില് എനിക്ക് വ്യക്തിപരമായ ഒരു ജീവിതം വേണ്ട, ഒരു കുടുംബം വേണ്ട എന്ന് തീരുമാനമെടുത്ത് ക്രൂശിതനായ ക്രിസ്തുവിനെ കൺമുമ്പിൽ കൊണ്ടുകൊണ്ട് യേശുവിനായിട്ട് ജീവിതം സമർപ്പിച്ചവരാണവർ. പ്രിയപ്പെട്ടവരെ, ക്രൂശിതനായ ക്രിസ്തുവിന്റെ മുമ്പിൽ നെടുമ്പാട് വീട് കടന്നുകൊണ്ട് ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അതെന്റെ യേശുവിന് വേണ്ടി, മരണമാണെങ്കിൽ അതെന്റെ ക്രിസ്തുവിന് വേണ്ടി എന്ന് പറഞ്ഞ് ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ചവരാണ് നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ സന്യസിച്ചു. പ്രിയമക്കളെ, അവർക്ക് വേണ്ടി നിന്റെ കരമൊന്ന് ഉയർത്താമോ? എല്ലാ വൈദികരെ സന്നിധാനം കണ്ടുകൊണ്ട് ശബ്ദമയൊക്കെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ അത്ഭുതശക്തി ആദരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട വൈദികരെ, സന്യസ്തരെ, നിങ്ങൾ സഭയുടെ അഭിമാനമാണ്. പണിതുയർത്ത ജീവപീഠങ്ങളാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനുഗ്രഹിക്കണമേ രക്ഷകനീശുവേ, അനുഗ്രഹിക്കണമേ രക്ഷകനീശുവേ, അനുഗ്രഹിക്കണമേ രക്ഷകനീശുവേ, അനുഗ്രഹിക്കണമേ രക്ഷകനീശുവേ. കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ആശീർവാദം മതി, മറ്റൊന്നും നിനക്ക് ആവശ്യമില്ല. ഈ രാത്രിയില് ഈ ദിവികാരനും ഈ ദേശത്തിന്റെ മേൽ ഉയരാൻ പോവുക. നിങ്ങളുടെ കുടുംബങ്ങള്, ഈ പ്രദേശം മുഴുവൻ യേശു തന്റെ തിരുരക്തത്താൽ ഈ രാത്രി മുദ്ര ചെയ്യും. അവന്റെ രക്തത്താൽ മുദ്ര ചെയ്ത ഭവനങ്ങളില്
തിന്മയുടെ പൈശാചി ദൂതൻ ഇനിമേൽ പ്രവേശിക്കില്ല. ഈ ദേശത്തിന്റെ മേൽ അറക്കപ്പെട്ട കുഞ്ഞാണ് തന്റെ ജീവരക്ഷണം ചൊരിഞ്ഞ് തന്റെ പ്രിയമക്കളെ മറക്കാൻ പോകുന്ന സമയമാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഇടവുകള്, നിങ്ങളുടെ കുടുംബങ്ങള് ഒക്കെ സമർപ്പിക്കും. നിങ്ങളുടെ സ്ഥലങ്ങൾ, അതിന്റെ നാടതിർത്തി, ഭവനത്തിലുള്ള ഓരോ വ്യക്തികളും മാനസാന്തരം ആവശ്യമുള്ളവരും ഒക്കെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് കാണിച്ചു കൊടുക്കണം. അവരെല്ലാം നിന്റെ കരങ്ങളിൽ എടുത്തു പിടിക്കുക, കരങ്ങളിൽ മുറുകെ പിടിക്കുക. അവർ നിന്റെ കരങ്ങളിലുണ്ടാവണം, അവരുടെ മുഖത്തിന്റെ മനസ്സിലുണ്ടാവണം. യേശുവിന്റെ അത്ഭുത ശക്തി ഇത് പറന്നൊഴുകാൻ പോകുക. ഈ ദേശത്തിന്റെ മേൽ ഈ വികാരന്റെ ഉയർന്നു താഴുമ്പോൾ പൈശാചിക പീഡകൾ ദേശാതിർത്തി വിട്ട് ഭയപ്പെട്ടലറി ഓടുന്ന സമയമാണ്. ഈ കരങ്ങൾ ഉയർത്തി നിന്റെ ആവശ്യം എന്താണോ യേശുവിനെ പറയാം. സ്വാതന്ത്ര്യം കൊണ്ട് ഹൃദയം തുറന്ന് അതരം തുറന്ന് നീ ലഭിക്കുന്ന നടന്നുകൊണ്ട് യേശുവിനോട് പറയുക, യേശുവിനെ നാളെ ശുശ്രൂഷയുടെ അവസാന ദിവസമാണ്. എല്ലാവരും പ്രാർത്ഥിച്ചു ദൈവത്തിനെ അനുഗ്രഹിക്കുന്ന ദിവസമാണ് നാളെ. പറയുക, എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക, ഒരുങ്ങുക. നേരത്തെ തന്നെ എല്ലാവരും എത്തുക. സ്വർഗം തുറന്ന് നാളെ ദൈവം നമ്മളെ അനുഗ്രഹിച്ച് കമ്മിറ്റി ചെയർമാൻമാരും കൺവീനർമാരും കൂടെ മേടിക്കേണ്ടതാണ്. നാളെ തിരി കൊണ്ടുവരുന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് എല്ലാവരും കയ്യിൽ തിരി കരുതേണ്ടതാണ്.